ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വിഷൻ കറന്റ് അഫയേഴ്സിൽ എൻവയോൺമെന്റ് ആണ്. എൻവയോൺമെന്റിന്റെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനു മുമ്പ് നമ്മൾ ഓൾറെഡി തുടങ്ങി വെച്ച ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. അപ്പൊ അതിൽ എൻവയോൺമെന്റ് ഫസ്റ്റ് ക്ലാസ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഏകദേശം കുറച്ച് കൂടുതൽ പേജുകളാണ് എൻവയോൺമെന്റ്. 182 പേജ് ഉണ്ട്. നമുക്കത് വിശദമായിട്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ അതിൽ ഡിസ്കസ് ചെയ്ത് പോകണം. ഇത് കൂടാതെ ഞാൻ പറഞ്ഞു, ഓൾറെഡി മുമ്പത്തെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പൊളിറ്റി, എക്കോണമി, ആർട്ട് ആൻഡ് കൾച്ചർ, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കാണാവുന്നതാണ്. ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ചാനൽ ജസ്റ്റ് നമ്മുടെ MP ടോക്സ് എന്നുള്ള ചാനൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഓക്കെ, ഇതിൽ ഓരോരോ സബ്ജക്റ്റ് ആയിട്ട് പൊളിറ്റി നടക്കുന്നുണ്ട്, എക്കോണമി നടക്കുന്നുണ്ട്. കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അത് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ നീക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്യുക. അതിൽ നമ്മുടെ ഈ ചാനൽ ജോയിൻ ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ക്ലൂസീവ് ആയിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രം, മെമ്പേഴ്സിന് മാത്രം കൊടുക്കുന്ന ഇതുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള എൻവയോൺമെന്റ് ആണ്. എൻവയോൺമെന്റിൽ ഒരുപാട് ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പ്രധാനമായിട്ടും ഇതിൽ പറയുന്ന ടോപ്പിക്കുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വർഷം പ്രിലിംസ് ചെയ്യുന്നവർക്കാണ് കൂടുതലായിട്ട്. ക്ലൈമറ്റ് ചേഞ്ച് ഉള്ള ടോപ്പിക്കാണ് നമുക്ക് ഇന്ന് തുടങ്ങേണ്ട ഒരു ടോപ്പിക്. അതിൽ ഗ്ലോബൽ സിനാരിയോ, ഇന്റർനാഷണൽ കോൺഫറൻസ്, അപ്പൊ ക്ലൈമറ്റ് മിറ്റിഗേഷൻ, അഡാപ്റ്റേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ക്ലൈമറ്റിലെ ടേംസ്, ന്യൂസ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ ടോപ്പിക് പൊല്യൂഷൻ. അങ്ങനെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട്, ഓരോ യൂണിറ്റ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റി മൂന്നാമത്തത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്കറിയാം, എൻവയോൺമെന്റ് എന്ന് പറയുന്ന പ്രിലിംസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ടോപ്പിക് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് കൂടുതലാവുന്നത്. ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. മാപ്പിന്റെ മാത്രമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. മാപ്പ് ഒരു വർഷത്തെ കംപ്ലീറ്റ് മാപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാണ്, വ്യത്യസ്ത ക്ലാസ്സുകളായിട്ട് റെഡിയാക്കുന്നേ ഉള്ളൂ. അത് അയക്കാം. അത് അയച്ച് അതും കണ്ടു കഴിഞ്ഞാൽ മാപ്പിന്റെ ക്വസ്റ്റ്യൻസ് അതിലൂടെ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നോക്കാനുള്ള, നമ്മൾ തുടങ്ങുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഫസ്റ്റ് ടോപ്പിക് തന്നെയാണ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, അപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ UPSC, സിവിൽ സർവീസ്, KS ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക്, നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരു മെന്റർ സഹായത്തോടുകൂടി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മെന്റർഷിപ്പ്, ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. ഞാൻ ഡയറക്റ്റ് മെന്ററിങ് തരുന്ന പ്രോഗ്രാം ആണ്. കുറച്ചു പേർക്ക് നിങ്ങളുടെ പഠനം അതത് സമയത്ത് വിലയിരുത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി നിങ്ങൾ വ്യക്തമായ ട്രാക്കിലൂടെയാണോ എന്ന് പോകുന്നത്, ഓരോ സമയത്തും വിലയിരുത്തി നിങ്ങളെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്ന പ്രോഗ്രാമാണ് ഇൻഡിവിജ്വൽ മെന്ററിംഗ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ മെന്ററിംഗിൽ തന്നെ ഒരു 2 തരം പ്രോഗ്രാം ഉണ്ട്. ഡെയിലി മെന്ററിംഗ് തരുന്ന പ്രോഗ്രാം ഉണ്ട്, ഡെയിലി മെന്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറയും. അതല്ലെങ്കിൽ വീക്ക്ലി മെന്ററിംഗ് തരുന്ന പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, അതിൽ ഏതാ വേണ്ടത് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയ ആളുകൾ എന്ത് ചെയ്യാം, ഇവരുടെ നമ്പറുമായിട്ട് 8590840250 എന്നുള്ള ഈ നമ്പറിൽ എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. ഓരോരുത്തർക്കും അനുയോജ്യമായ രീതിയിലുള്ള സ്ട്രാറ്റജിയും കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള സ്ട്രാറ്റജി, വർക്ക് ചെയ്യുന്നവരായാലും അതുപോലെ തന്നെ മറ്റുള്ള പഠിക്കുന്ന PGയും മറ്റുള്ള പഠിക്കുന്ന ആളുകളായാലും, അതുപോലെ തന്നെ ഫുൾ ടൈം ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ കോച്ചിങ് ചെയ്യുന്ന ആളുകൾ, ഇവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ആളുകൾ വളരെ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്ന കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. അതുപോലെ തന്നെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് UPSC ഫൗണ്ടേഷൻ പ്ലസ് PCM പ്രിലിംസ് കം മെയിൻസ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ബാച്ചുകളും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ വളരെ നമ്പറുമായിട്ട് 8590840250 നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ പോവാ കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കാം നന്നായിട്ട്. ഓക്കെ, വേർഡ് ബൈ വേർഡ് കംപ്ലീറ്റ് പോകാനുള്ള സമയം നമുക്ക് എന്തായാലും ഉണ്ടാവില്ലല്ലോ, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. അപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഗ്ലോബലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി തന്നെയാണല്ലോ ക്ലൈമറ്റ് ചേഞ്ച്, അല്ലെ? ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമ്മിറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കും. നിങ്ങൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഭാഗത്ത്, എൻവയോൺമെന്റ് സ്റ്റാറ്റിക് ആയുള്ള ഭാഗം നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും വേണം കേട്ടോ, സ്റ്റാറ്റിക് പഠിക്കാതിരിക്കാതെ. അതിൽ ഒന്നാമത്തെ ഒരു ഇതാണ് ഓസോൺ ഹോള്. ഓസോൺ ഹോളുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. ഓസോൺ ഹോൾ എന്ന് പറയുന്നത് ആസ് പെർ ദ റീസെന്റ് സ്റ്റഡി ഫ്രം 2020-22 ഓസോൺ ഹോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രോൺ ലാർജർ ആൻഡ് തിന്നർ ആയിട്ടുണ്ട്. ഓക്കെ, ഓവർ അന്റാർട്ടിക്ക, അന്റാർട്ടിക്കയുടെ മുകളിലാണ് ഇത് പറയുന്നത്. അപ്പൊ ഓസോൺ ലെയർ എന്താണ്, ഓസോൺ ഹോൾ എന്താണ്, ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിന്റെ കൂടെ ഒന്ന് പഠിച്ചു വെക്കാൻ നല്ലതാണ്. ഓസോൺ ഹോൾ, ഈ ഒരു ഓസോൺ എന്നുള്ള ഈ ലെയർ ഉള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. ഭൂമിയുടെ മുന്നിലുള്ള ലെയർ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ അങ്ങനെ പറയുന്ന ലെയറിൽ സ്ട്രാറ്റോസ്ഫിയറിലാണ്.
ഇതെന്ത് ചെയ്യുന്നുണ്ട്, സണ്ണിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് റൈസിനെ അബ്സോർബ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതിനെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയർ ആണത്. ഓക്കെ, അൾട്രാ വയലറ്റ് UV റൈസ് ഭൂമിയിലോട്ട് വരാതെ മനുഷ്യനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഏകദേശം 90% ഓഫ് ദി എർത്ത് ഓസോണും ഉള്ളത് ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ്. അവിടെ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ, പക്ഷേ കൂടുതൽ അവിടെയാണ് 90%. ഓക്കെ, അറിഞ്ഞിരിക്കുക. അപ്പോ ഓസോൺ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഓസോൺ വരുന്ന സമയത്ത് ഭൂമിയുടെ ഒരു ലെയർ എന്ത് ചെയ്യാണ്, ഭൂമിയിലേക്ക് അത് എത്താതെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത് UV Aയും B ഒക്കെ വരുന്ന സമയത്ത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അപ്പൊ ഈ ഓസോൺ ഹോള് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓസോൺ ഡിപ്ലീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ, സ്ട്രാറ്റോസ്ഫിയറിൽ ഡിപ്ലീറ്റ് ചെയ്യുമ്പോൾ, മെയിൻലി അന്റാർട്ടിക്ക ആർട്ടിക്കിന്റെ മുകളിലാണ് നടക്കുന്നത്. അവിടെയാണ് ഈ ഓസോൺ ഹോള് ഉണ്ടായിട്ട് മാറുന്നത്. അതിന്റെ ലെയറിന്റെ കട്ടി കുറയുന്ന സ്ഥലത്താണ് ഓസോൺ ഹോൾ ആയിട്ട് നമ്മൾ പറയാറ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിന് എത്ര യൂണിറ്റ്, 220 ഡോപ്സ് യൂണിറ്റ് അങ്ങനെയൊന്നും വേണമെന്നില്ല കേട്ടോ. പിന്നെ ആവറേജ് എന്ന് പറയുന്നത് 300 ആണ്. അപ്പൊ ആ തിക്നെസ് കുറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓസോൺ ഹോൾ ആയിട്ട് പറയുന്നത്. അതിൽ ഏതൊക്കെ ഇത് വരുമ്പോഴാണ് ഓസോൺ ഡിപ്ലീറ്റിംഗ് ഉണ്ടാവുന്നത്? ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ODS, ഹ്യൂമൻ മെയ്ഡ് ഗ്യാസസ് ഉണ്ടാവാറുണ്ട്. ഈ അറ്റ്മോസ്ഫിയറിൽ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, അത് ഈ ഓസോൺ മോളിക്യൂളിനെ ബ്രേക്ക് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഓസോൺ ഹോൾ ഉണ്ടാവുന്നതിന് കാരണമാവുന്നുണ്ട്. പ്രധാനപ്പെട്ട ODSകൾ ഏതൊക്കെയെന്ന് അറിഞ്ഞിരുന്നത് നല്ലതാണ്. ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് ക്ലോറിൻ, ബ്രോമൈൻ, CFC, അങ്ങനെ കാർബൺ ടെട്രാക്ലോറൈഡ്, ഹാലൻസ്, ഇതൊക്കെ എന്താണ് പ്രധാനപ്പെട്ട ODS ആണ്. അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ODS എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും. സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓസോൺ ലെയർ ഓൺ ദ ട്രാക്ക് ടു റിക്കവർ ആണ് വിത്തിൻ 4 decades UNEP പറയാണ്. അപ്പൊ ഈ ഓസോൺ ഹോള് എന്താ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പൊട്ടൻഷ്യൽ ഡ്രൈവേഴ്സ് ഓഫ് ദി ഓസോൺ ഹോള് അന്റാർട്ടിക്കയിൽ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ ദ ആർട്ടിക് പോളാർ വോർട്ടെക്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഒരു സ്ട്രാറ്റോസ്ഫിയറിക് വിൻഡ് ആണ് ഈ പോളാർ വോർട്ടെക്സ് എന്ന് പറയുന്നത്. അതിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഇതിനെ ബാധിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോളാർ സൈക്കിളിൽ വരുന്ന മാറ്റങ്ങൾ കേട്ടോ, അത് ഇതിനെന്ത് ചെയ്യാറുണ്ട്, പ്രശ്നം മാറ്റം ഉണ്ടാവാറുണ്ട്. അതുപോലെ ഇൻക്രീസ് ദി അറ്റ്മോസ്ഫിയറിക് അബണ്ടൻസ് ഓഫ് ദി ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, CFCന്റെ അളവ് കൂടുമ്പോൾ അതൊന്നും, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ബാധിക്കുന്ന ഘടകങ്ങളാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ആ ഒരു പ്രധാനപ്പെട്ട ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസുകൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ റിലേറ്റഡ് ന്യൂസ് ആണ് ഇമ്പാക്ട് ഓൺ ദ വോൾക്കാനിക് ഇറപ്ഷൻ ഓൺ ഓസോൺ ലെയറിൽ. വോൾക്കാനിക് ഇറപ്ഷനും എന്ത് ചെയ്യുന്നുണ്ട്, ഇറപ്ഷൻ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. റീസെന്റ് സ്റ്റഡി കാണിച്ചതാണ്. ഫുങ്കാചോങ്ക ഒരു വോൾക്കാനോ ആണ് കേട്ടോ. അവിടെ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫുങ്കാടോങ്ക എന്ന് പറയുന്നത് സബ്മറീൻ വോൾക്കാനോ ആണ്. ചോങ്കൻ ആർക്കിപിലാഗോയിലുള്ളതാണ് കേട്ടോ, പസഫിക് ഓഷ്യനിൽ. അത് ഇറപ്റ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓസോൺ ലെയറിൽ അത് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കാരണം ഇന്ന് ഒരുപാട് ഇത് പുറത്തോട്ട് വരുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ മുമ്പ് ഏർലിയർ 991 മൗണ്ട് പിനാറ്റുബോ ഉള്ള സ്ഥലം നോക്കി വെക്കണേ, ഫിലിപ്പീൻസ്. ഇത് പ്രധാനപ്പെട്ട മൗണ്ടെയിൻസ് വോൾക്കാനിക് ഇറപ്ഷൻസ് ഒക്കെ ന്യൂസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് എവിടെയാണ് ഉള്ളതെന്നുള്ള ലൊക്കേഷൻ ഒക്കെ അറിഞ്ഞാൽ നല്ലതാണ്. നമുക്ക് മാപ്പിൽ അത് നോക്കണമെങ്കിലും വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഓൾസോണിക് ലെയറിൽ ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണ്? ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രാറ്റോസ്ഫിയറിക് വാട്ടർ വേപ്പർ അവിടെ വരുന്നുണ്ട് അല്ലെ, ട്രിഗേഴ്സ് ദ മാസീവ് സ്ട്രാറ്റോസ്ഫിയറിക് വാട്ടർ വേപ്പർ. അതുപോലെ തന്നെ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് സൾഫർ ഡയോക്സൈഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്തരീക്ഷത്തിലോട്ട് വരുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത്, അറ്റ്മോസ്ഫിയറിക് ബ്രോമൈനും ഹൈഡ്രജൻ ക്ലോറൈഡ് ഒക്കെ വരുന്നു. ഇത്തരത്തിലുള്ള ഇതൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ട് അത് ഓസോൺ ലെയറിനെ ബാധിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഓസോൺ ലെയറിനെ വോൾക്കാനിക് ഇറപ്ഷൻ പൊതുവെ ഇതിൽ നമുക്ക് ഒരുപാട് ഇന്ന ഗ്യാസ് അതിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരുപാട് തരം ഗ്യാസുകളൊക്കെ കയ്യിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അത് ഗ്ലോബൽ വാർമിങ്ങിനും അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനും ഓസോൺ ലെയർ ഡിപ്ലീഷനും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, കാരണമാവുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പൊ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യങ്ങൾ അറിയേണ്ടതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതാണ്. ഇന്ത്യ സർപ്പാസ് ചെയ്തിട്ടുണ്ട് മോൺട്രിയൽ പ്രോട്ടോകോൾ ടാർഗറ്റ്. അതാണ് ന്യൂസ് വരാൻ കാരണം. മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റിന്റെ റിപ്പോർട്ട് പ്രകാരം വരുന്നതാണ് കേട്ടോ, UNDP-ന്റെ. പിന്നെ അതുപോലെ തന്നെ UNDP-യിലേക്ക് കൊടുത്താണ് ഇന്ത്യന്റെ അച്ചീവ്മെന്റ്. മോൺട്രിയൽ പ്രോട്ടോകോളിലേക്ക് ഇന്ത്യന്റെ അച്ചീവ്മെന്റ്. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്താ നിങ്ങൾ അറിഞ്ഞിരിക്കണേ. മോൺട്രിയൽ പ്രോട്ടോകോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് 987 വർഷം അറിഞ്ഞിരിക്കുക. ഒരുപാട് പ്രോട്ടോകോൾ നമുക്ക് പഠിക്കാണ്ട്. പാരീസ് ഉടമ്പടി ആയാലും ക്യോട്ടോ പോട്ടോ അതൊക്കെ നമുക്ക് വേറെ ഇതാണ്, ബന്ധപ്പെട്ടതാണ്. എങ്കിലും ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, കാർബണിന്റെ അളവ് കുറഞ്ഞാണല്ലേ. മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്യിക്കുന്ന വിയന്ന കൺവെൻഷന്റെ ഭാഗമായിട്ടാണ്. 985 വിയന്ന അഡോപ്റ്റ് ചെയ്തത്. ഒരു ഗ്ലോബൽ എൻവയോൺമെന്റൽ ട്രീറ്റി ആണ്. എന്തിനു വേണ്ടിയുള്ളതാണ്? ടു എലിമിനേറ്റ് ദ പ്രൊഡക്ഷൻ ആൻഡ് യൂസ് ഓഫ് ദി ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ്. പ്രത്യേകം അറിഞ്ഞിരിക്കുക. ഇതുമായി റിലേറ്റഡ് തന്നെ ODS കുറയ്ക്കാനുള്ളതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ കേട്ടോ.
യൂണിവേഴ്സലി റാക്ടിഫൈഡ് ആയിട്ടുള്ള ഫസ്റ്റത്തെ യൂണിവേഴ്സലി റാക്ടിഫൈഡ് ആയിട്ടുള്ള ട്രീറ്റി ആണ്. എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, അംഗീകരിച്ച റാക്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റി ആണ്. അപ്പൊ മോൺട്രിയൽ പ്രോട്ടോകോൾ, മോൺട്രിയൽ നമുക്ക് അറിഞ്ഞിരിക്കാനും, മോൺട്രിയൽ എന്ന് ആലോചിക്കുമ്പോൾ ഓക്കെ നമ്മള് ODS ഓസോൺ ഡിപ്ലീറ്റിംഗ് കേട്ടോ, ഓസോൺ മോൺട്രി. പിന്നെ അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് ആലോചിക്കാം, നിങ്ങൾ ഈ മോൺട്രിയലിൽ MO വരുന്നുണ്ടല്ലോ, അത് ODS ബന്ധപ്പെട്ട് അങ്ങനെ ആലോചിക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, മോൺട്രിയൽ എന്ന് പറയുമ്പോൾ മിണ്ടാതെ OD എന്ന് ആലോചിക്കാം. ODS അറിയില്ല, ഓസോൺ കേട്ടോ. ഓസോണ് വന്നപ്പോ നമ്മൾ എന്ത് ചെയ്ത്, മിണ്ടാതെ OD. അപ്പൊ മോൺട്രിയൽ പ്രോട്ടോകോള് കേട്ടോ, മോൺട്രി. പിന്നെ ഈ ODS ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യാണ്, അത് കുറയ്ക്കാൻ വേണ്ടിയാണ്, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആലോചിക്കുക. അപ്പൊ അത് ഇപ്പൊ ഞാനിത് പ്രത്യേകം മോൺട്രിയലിൽ ODS ആണ് കണക്ട് ചെയ്ത് പറയാൻ കാരണം, ഒരുപാട് ട്രീറ്റ് ഉണ്ട്. അപ്പൊ അത് ODS ഏതാണ്, ഗ്ലോബൽ വാർമിംഗ് ഏതാണ്, അങ്ങനെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മോൺട്രിയൽസ് റെക്കോർഡ് വേറെയാണ് നമ്മൾ പറയും. ഓക്കെ, അത് അതിലേക്ക് പിന്നീട് വരാം. മോൺട്രിയൽസ് റെക്കോർഡുമായിട്ട്, മോൺട്രിയൽസ് റെക്കോർഡ് എന്താ അറിയുന്ന ആളുകളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. മോൺട്രിയൽ പ്രോട്ടോകോൾ ODS ആണ്. നിങ്ങൾക്ക് മോണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ OD എന്ന് ആലോചിച്ചാൽ മതി. മോണ്ടോ എന്ന് പറഞ്ഞിട്ട് OD, അപ്പൊ ODS ആണ്. അല്ലെങ്കിൽ ഓസോൺ മോണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ OD എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ ഇതിൽ ഇന്ത്യന്റെ അച്ചീവ്മെന്റ്, ഇന്ത്യ ഇതിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ exceeded the 35% ഓഫ് ദി HCFC ഫേസ് ഔട്ട് ഗോൾ ഉണ്ടായിരുന്നു. ഓക്കെ, അത് നമ്മൾ അതിൽ കൂടുതലാക്കിയിട്ടുണ്ട്. 44% നമ്മൾ റിഡക്ഷൻ ചെയ്തിട്ടുണ്ട് 2020 ബേസിലോട്ട്. 35 പറഞ്ഞത് 44 എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 141 HCFC നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. റെഫ്രിജറേറ്ററിലൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ, ബ്ലോയിങ് ഏജന്റ് ഒക്കെ ആയിട്ട്. വിൽ ആൾസോ ഫേസ് ഔട്ട് ദ HCFC ന്യൂ എക്യുപ്മെന്റ് മാനുഫാക്ചറിംഗ് കേട്ടോ. കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഡിസംബർ 2024 കൂടി കംപ്ലീറ്റ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. ഇന്ത്യ മോൺട്രിയൽ പ്രോട്ടോകോൾ 2030 ടാർഗറ്റ് ചെയ്യുന്നത്, 2024 കംപ്ലീറ്റ് ചെയ്യും. അതർ അച്ചീവ്മെന്റ് കൂടാതെ ഇന്ത്യന്റെ എന്താണ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ CFC ഫേസ് ഔട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ HCFC ഫേസ് ഔട്ട് മാനേജ്മെന്റ് പ്ലാൻ ഉണ്ട്, സ്റ്റേജ് 2ലാണ് കേട്ടോ. ഇന്ത്യ കൂളിംഗ് ആക്ഷൻ പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇന്ത്യ കൂളിംഗ് ആക്ഷൻ പ്ലാൻ എന്താണ്, കൂളിംഗ് ഡിമാൻഡ് കുറയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ, അപ്പൊ കൂളിംഗ് ഡിമാൻഡ് കുറയ്ക്കുമ്പോൾ ഈ റെഫ്രിജറേറ്ററിലും കൂളറിലൊക്കെയാണ് കൂടുതലായിട്ട് ഈ ODS പലതും ഉപയോഗിക്കുന്നത്. അപ്പൊ അത് CFC ഒക്കെ അത് കുറയ്ക്കാൻ സ്വാഭാവികമായിട്ട് അതിന്റെ ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ പറ്റുന്നതാണ്. അപ്പൊ അത് ഇന്ത്യന്റെ മോൺട്രിയൽ പ്രോട്ടോകോൾ അച്ചീവ്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾ അതിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് മോൺട്രിയൽ പ്രോട്ടോകോള് എന്തുമായി ബന്ധപ്പെട്ടതാണ്, ഓസോൺ ഡിപ്ലീറ്റിംഗ്, ഓസോണുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ODS കുറയ്ക്കാൻ വേണ്ടിയുള്ളതാണ്. ഇന്ത്യ മെമ്പർ ആണ്. ഫസ്റ്റത്തെ എന്താണ്, ഇന്റർനാഷണലി അംഗീകരിച്ച റാക്ടിഫൈ ചെയ്ത ട്രീറ്റിയാണ്, യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്ത ട്രീറ്റിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ എന്ന് അറിഞ്ഞിരിക്കുക. ഓസോൺ മോണ്ടോ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, OD എന്ന് ആലോചിച്ചാൽ മതി. ഓസോൺ മോൺട്രിയൽ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇന്ത്യ അതിന്റെ ഒരു പരിധി വരെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അത് മനസ്സിലാക്കി വെക്കാം. മോൺട്രിയൽ പ്രോട്ടോകോൾ നമ്മൾ വിയന്ന കൺവെൻഷന്റെ ഭാഗമായിട്ടാണ് വിയന്ന. ഓക്കെ, വിയന്ന കൺവെൻഷന്റെ ഭാഗമാണ് എന്നുള്ളത് എന്ത് ചെയ്യാണ്, ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് വിയന്നന്റെ ഭാഗമാണ്. അത് ആലോചിക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഓടുമ്പോൾ വീണ് ആലോചിച്ചാൽ മതി. വിയന്ന എന്ന് പറയുമ്പോൾ വീണ് വിയന്ന വീണ്ടും നമ്മൾ വീണ്ടും ഓടി കേട്ടോ. വിയന്ന അങ്ങനെ കണക്ട് ചെയ്ത് ആലോചിക്കാം. വിയന്ന കൺവെൻഷന്റെ ഭാഗമായിട്ടാണ് അഡോപ്റ്റ് ചെയ്തത് 1985. ഓക്കെ ആണല്ലോ, ചില കണക്ഷൻസിന് വേണ്ടി പറയുന്ന കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേൾഡ് ഓസോൺ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന 16 സെപ്റ്റംബർ ആണ്. ഇത് സൈൻ ചെയ്ത ഡേറ്റ് ആയിട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഇതാണ് കിഗാലി അഗ്രിമെന്റ് ഉണ്ട്. കിഗാലി ഇതുപോലെയാണ്. ഓക്കെ, മോൺട്രിയൽ പ്രോട്ടോകോളാണ് 2016 അഡോപ്റ്റ് ചെയ്തതാണ് കേട്ടോ. 2019 പോസ്റ്റിലേക്ക് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ടു ഫേസ് ഡൗൺ ദ കൺസെപ്ഷൻ ഓഫ് ദി HFC നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ ആണ് HFC എന്ന് പറയുന്നത്. HFCs എന്ന് പറയുന്നത് പക്ഷെ ഇതൊരു നോൺ ODS ആണ്, ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസ് അല്ല. ഓക്കെ, CFCനും HCFCനുള്ള കേട്ടോ നോൺ ODS ആൾട്ടർനേറ്റീവ് ആണ് CFCക്ക് ഇതിലുള്ള. പക്ഷെ ഇതെന്താ വെച്ചാൽ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഇതിന് ഭയങ്കര കൂടുതലാണ്, ചൂട് കൂട്ടും ഇത്. അതുകൊണ്ടാണ് ചൂട് കൂട്ടുമ്പോൾ നമ്മൾ എന്താ സ്വാഭാവികമായിട്ടും കൂടുതൽ ചൂട് കൂടുമ്പോൾ നമ്മൾ കൂടുതൽ കൂളർ ഉപയോഗിക്കും. അപ്പൊ അത് ഇതിന്റെ ഉപയോഗം മറ്റേതിന്റെ ഉപയോഗം കൂടും. ഓക്കെ, അപ്പൊ CFCയും അപ്പൊ HFC എന്ന് പറയുന്ന ഒരു ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റാൻസ് അല്ല എന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കണം കേട്ടോ. കാരണം HFC നിങ്ങൾ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റാൻസിൽ ഉണ്ടെങ്കിൽ അത് തെറ്റായിരിക്കും. പക്ഷെ അത് അല്ലെങ്കിൽ കൂടിയും ഇതിന്റെ ഉള്ളിൽ അത് ഉണ്ട്, അത് മനസ്സിലാക്കണം. ഏതിന്റെ ഉള്ളില്, നമ്മൾ മോൺട്രിയലിന്റെ ഭാഗമായിട്ട് കിഗാലി പ്രകാരം അതിലേക്ക് ആഡ് ചെയ്താണ്.
അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ചൂട് കൂട്ടുന്ന ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കുന്ന സംഗതിയാണത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റാൻസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മുകളിൽ, അതിൽ പറഞ്ഞതിൽ HFC ഉണ്ടാവില്ല, ക്ലോറൈനും ബ്രോമൈനും CFCകളാണ് ഉള്ളത്. CFCകളാണ്, അല്ലാതെ HFC ഇല്ല. HFC ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ്. പക്ഷെ ഈ HFC കിഗാലി പ്രകാരം മോൺട്രിയലിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, കിഗാലി അഗ്രിമെന്റ് പ്രകാരം. ഓക്കെ, ഏത് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് അത് നോൺ ODS ആണ്, പക്ഷെ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിലേക്ക് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. കിഗാലി അഗ്രിമെന്റ്. അപ്പം ഇതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ആലോചിക്കുക. ഒന്നെന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഓസോൺ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓസോൺ മാണ്ട എന്ന് പറഞ്ഞിട്ട് കേട്ടോ. മാണ്ട എന്ന് പറയുമ്പോൾ മോൺട്രിയൽ പ്രോട്ടോകോൾ. മാണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഓടുക എന്ന് പറയുമ്പോൾ ODS ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഈ ഓടുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, കാല് തട്ടി വീണ്, കിഗാലി കേട്ടോ, കിഗാലി അങ്ങനെ ആലോചിക്കുക. കിഗാലി തട്ടി നമ്മൾ വീണ്. ഓക്കെ, വീണിട്ട് എന്ത് ചെയ്തു, നമ്മൾ എങ്ങട്ടാ വീണ്, HFCക്കാ വീണ്. ഇതിവിടെ CFC ആണ്. ഇത് ഓടി CFC ചിക്കല്ലേ, CFC ചിക്കൻ വാങ്ങാൻ വേണ്ടി നമ്മൾ ഓടുന്നത്. പക്ഷെ നമ്മൾ എത്തിയ HFCയിലേക്കാട്ടോ. HFC ഇൻക്ലൂഡ് ആയത് ഏതിലാണ്, ഇത് പ്രകാരമാണ് അറിഞ്ഞിരിക്കുക. ഏത്, കിഗാലി പ്രകാരം. ഇത് കണക്ട് ചെയ്ത് ആലോചിക്കാൻ വേണ്ടിയാണ്, ഒന്ന് മാറിപ്പോരുത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റാൻസ് ഒഴിവാക്കാൻ വേണ്ടിയുള്ളതാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ 985 ഫസ്റ്റ് എന്തായിരുന്നു ഒഴിവാക്കുന്നത്, ODS ആണ്, ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റാൻസ് ആണ്. ഈ ഇതിലേക്ക് നമ്മൾ ഒരു മോൺട്രിയൽ കിഗാലി അഗ്രിമെന്റ് പ്രകാരം നമ്മൾ ആരെ ആഡ് ചെയ്ത്, HFC ആഡ് ചെയ്ത്. പക്ഷേ HFC എന്ന് പറയുന്നത്, HFC നമ്മൾ വേണ്ടാന്ന് തന്നെ പറഞ്ഞു. HFC എന്ന് പറയുന്നത് എന്താണ്, വേണ്ടാന്ന് പറയാൻ പറഞ്ഞു. ഇതെനിക്ക് വേണ്ട, എനിക്ക് CFC തന്നെ മതി എന്നാലിക്കുക. ചിക്കൻ അല്ലേ CFC, HFC വേണ്ടാന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ HFC എന്ന് പറയുന്നത് എന്തല്ല, ഒരു നോൺ ODS ആണ് കേട്ടോ. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ അത് ഉൾപ്പെടുത്തിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്, ഓസോൺ ഡിപ്ലീറ്റിംഗ് അല്ലെങ്കിൽ കൂടിയും ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ അതിനുണ്ട്. ഓക്കെ, അത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി വെക്കുക, ആവശ്യം വരും കേട്ടോ. അങ്ങനെ കണക്ട് ചെയ്ത് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുമെങ്കിൽ കൂടിയും ഈ കണക്ഷൻ നമ്മളൊരു കഥ പോലെ പറഞ്ഞതുകൊണ്ട് ഓർമ്മ കിട്ടും കേട്ടോ. അതിനാണ് പറയുന്നത്. കിഗാലി അഗ്രിമെന്റ് അതിലേക്ക് കണക്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. ഗ്ലോബൽ വാർമിംഗ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. തൗസൻഡ്സ് ഓഫ് ടൈം കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും ആയിരക്കണക്കിന് മടങ്ങ് എന്താണ്, അതിന് കൂടുതലാണ് പൊട്ടൻഷ്യൽ. പിന്നെ നമ്മൾ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്നുള്ള സാധനം പറയണ്ട. കാർബൺ ഡൈ ഓക്സൈഡിന് നമ്മൾ 1% അല്ലെങ്കിൽ 1 കൺസിഡർ ചെയ്യുക. അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 1000-ലധികം മടങ്ങ് പൊട്ടൻഷ്യൽ ഉള്ളതാണ് ഏത്, നമ്മുടെ HFC, ഹൈ കേട്ടോ, ഹൈഡ്രോ ഫ്ലൂറോ. അപ്പൊ അതുകൊണ്ടാണ് അതിനെ ഒഴിവാക്കണം എന്ന് പറയുന്നത്. അറിഞ്ഞിരിക്കാം. United Nations 3 ഗ്രൂപ്പ്സ് ഒക്കെ ആക്കി മാറ്റുന്നുണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഇന്ത്യയും മോൺട്രിയൽ പ്രോട്ടോകോൾ നോക്കുകയാണെങ്കിൽ പാർട്ടിയാണ്. വിയന്ന കൺവെൻഷന്റെ ഭാഗമായിട്ട് ഇന്ത്യ 1991 മാറിയിട്ടുണ്ട്. മോൺട്രിയൽ പ്രോട്ടോകോൾ നമ്മൾ മെമ്പറാണ് 1992 വിയന്ന ഞാൻ നേരത്തെ പറയാൻ കാരണം വീണതാണ് വിയന്നയെ കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇംപ്ലിമെന്റ് ഏജൻസി എന്ന് പറയുന്നത് കിഗാലി, കാലിൽ തട്ടി വീണ് കിഗാലി അഗ്രിമെന്റ് അതിലേക്ക് വരുന്നതാണ്. ഇന്ത്യയിൽ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ കിഗാലി അമെന്റ്മെന്റ് വന്നിട്ടുണ്ട് നമ്മൾ 2024, അത് നമ്മൾ റാക്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് 3 ഇന്ത്യ റാക്ടിഫൈ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അതാണ് അതിൽ മോൺട്രിയൽ പ്രോട്ടോകോളും കിഗാലി അഗ്രിമെന്റും വിയന്ന അഗ്രിമെന്റും വിയന്ന കൺവെൻഷനും ODS-ഉം ഒക്കെ ബന്ധപ്പെട്ട് അറിയേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസ് ആണ്, അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തൊരു ന്യൂസ് ഉണ്ടായിരുന്നത് സ്റ്റേറ്റ് ഓഫ് ദി ക്രയോസ്ഫിയർ ആണ്. 2023 റിപ്പോർട്ടാണ്. ചെറിയ ക്രയോസ്ഫിയർ റിപ്പോർട്ട് പുറത്തിറക്കിയ ആള് നോക്കി വെക്കുക. ഇന്റർനാഷണൽ ക്രയോസ്ഫിയർ ക്ലൈമറ്റ് ഇനിഷ്യേറ്റീവ് ആണ്, ICCI. അപ്പൊ അതുമായി കണക്ട് തന്നെയാണ്. അപ്പൊ അത് ആലോചിക്കാൻ ഓർമ്മ ഉണ്ടാവും. ഇന്റർനാഷണൽ ക്രയോസ്ഫിയർ തന്നെ വരുന്നതാണ് ചിലപ്പോൾ ICCI എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളിപ്പോ ICIC ബാങ്ക് ആണെന്ന് ആലോചിച്ചാൽ അത് എന്തായാലും ഇറക്കൂലല്ലോ എന്ന് ആലോചിച്ച് ഒഴിവാക്കരുത് കേട്ടോ. ICCI ആണ്, ICCI. അതുപോലെ തന്നെ ഇത് പറയുന്നത് ICC എന്ന് പറയുന്ന നെറ്റ്വർക്ക് എക്സ്പോർട്ട് ആണ്. റിസർച്ചേഴ്സിന്റെ ഒക്കെ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഒക്കെ അതിലുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ ക്രയോസ്ഫിയർ നോക്കാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ ICC പ്രോഗ്രാം ടാർഗറ്റ് ചെയ്യുന്ന ക്ലൈമറ്റ് ഡൈനാമിക്സ് ഓഫ് ക്രയോസ്ഫിയർ, ഗ്ലോബൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ക്രയോസ്ഫിയർ വാർമിംഗ് ഒക്കെയാണ് നോക്കുന്നത്. ക്രയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്താ ക്രയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ, അത് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോകും. ക്രയോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഇസ് എൻ ഫ്രോസൺ പാർട്ട് ഓഫ് ദി പ്ലാനറ്റ്. തണുത്ത് തുറന്ന് കിടക്കുന്ന ഭാഗത്തിനൊക്കെ നമ്മൾ ഐസായി കിടക്കുന്ന ഏരിയ ഉണ്ട്, അതിനൊക്കെ നമ്മൾ പറയുന്ന പേരാണ് ക്രയോസ്ഫിയർ.
ക്രയോസ്ഫിയർ റോൾ ഇൻ ദ ഗ്ലോബൽ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എർത്തിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, അത് റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൽബിഡോ ആണ്. ആൽബിഡോ എന്ന് പറഞ്ഞാൽ തിരിച്ച് റിട്ടേൺ ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ്. സൂര്യപ്രകാശം വരുമ്പോൾ റിട്ടേൺ ചെയ്യുന്നതിന്റെ അതിന്റെ അളവാണ് ആൽബിഡോ. എല്ലാം റിട്ടേൺ ചെയ്യും, പക്ഷെ കല്ലും മണ്ണും ചെടികളും ഇലയൊക്കെ റിട്ടേൺ ചെയ്യും, പക്ഷെ ഇത് കൂടുതലായിരിക്കും, ഏത് ഐസ്. അതുകൊണ്ടാണ് അപ്പൊ അത് ഇവിടെ ടെമ്പറേച്ചർ കൂടാതെ നിൽക്കും. ഭൂമിയിലേക്ക് എത്തിയാലാണ് ടെമ്പറേച്ചർ കൂടുക. ഓക്കെ, ടെറസ്ട്രിയൽ റേഡിയേഷൻ ആയിട്ട് വരുമ്പോൾ. പിന്നെ കാർബൺ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. വാട്ടർ അവൈലബിലിറ്റിക്കൊക്കെ എന്താണ് നമുക്ക് ഈ ക്രയോസ്ഫിയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഐസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രയോസ്ഫിയർ ഐസ് മെൽറ്റ് ഉണ്ടാവുന്നുണ്ട് ക്രയോസ്ഫിയറിൽ. എക്സ്ട്രീം വെതർ ഇവന്റ്സും സീ ലെവൽ റൈസ് ഒക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഇന്ത്യൻ ഇനിഷ്യേറ്റീവ് ചെയ്യാണ്ട് ക്രയോസ്ഫിയർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനിങ് ഹിമാലയ. നമ്മളെ ഹിമാലയയിൽ ക്രയോസ്ഫിയർ ഉണ്ടല്ലോ അല്ലെ, ഐസായി കിടക്കുന്ന സ്ഥലമില്ല. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു മിഷനാണ് നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനിങ് ഹിമാലയൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. സെൻട്രൽ ഹിമാലയ ജിയോളജി വാദ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ക്രയോസ്ഫിയർ എന്ന് പറയുന്നത് ഇതാണ്, ഐസായി കിടക്കുന്ന ഒരുപാട് ഐസ് ക്യാപ്പ്, സ്നോ, ഗ്ലേഷ്യർ, ലേക്കിലുള്ള ഐസുകള്, സീലുള്ള ഐസുകള്, ഐസ്ബർഗ്, ഐസ് ഷെൽഫ്, ഐസ് ഷീറ്റ്, ലാൻഡിലും മൗണ്ടൈനിലുള്ള ഐസുകളൊക്കെ എന്തിനു വരും, ക്രയോസ്ഫിയർ എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരും. അപ്പൊ ക്രയോസ്ഫിയർ എന്നുള്ള വേൾഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് റിപ്പോർട്ട് പറയുന്നത് വെച്ചാൽ നിയർലി ഓൾ ദ ട്രോപ്പിക്കൽ ഗ്ലേഷ്യേഴ്സ്, മോസ്റ്റും ലാറ്റിറ്റ്യൂഡും ഗ്ലേഷ്യേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ഡിസപ്പിയർ ചെയ്യുമെന്നാണ് പറയുന്നത് ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ഹിമാലയ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പെക്ടഡ് ടു ലോസ് 50% ഓഫ് ദി എന്ത് ചെയ്യുന്നത്, ഇപ്പോഴത്തെ ഐസും എന്ത് ഹിമാലയം 2 ഡിഗ്രി സെൽഷ്യസ് ചൂടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നതാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ ഇന്ത്യക്കും അത് ഇംപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ വേൾഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ കൂടാൻ അത് കാരണമാവുന്നതാണ് പറയുന്നത്. അതാണ് അതിൽ അറിയേണ്ട ക്രയോസ്ഫിയറുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ന്യൂസ് ആണ് നമ്മുടെ ഇവിടെ അന്റാർട്ടിക്കയിൽ ഐസ് മെൽറ്റ് ഉണ്ടാവുന്നുണ്ട്. ഐസ് മെൽറ്റ് ഇൻ വെസ്റ്റ് അന്റാർട്ടിക്ക കേട്ടോ. ന്യൂസ് വരാൻ കാരണം ആക്സിലേറ്റഡ് ഐസ് മെൽറ്റ് നോട്ടീസ് ചെയ്തിട്ടുണ്ട് വെസ്റ്റ് അന്റാർട്ടിക്കയിൽ. ഒരുപാട് കമ്പ്യൂട്ടർ സ്റ്റിമുലേഷൻ സ്റ്റഡീസിൽ കാണിക്കുന്നതാണ്. വെസ്റ്റ് അന്റാർട്ടിക്ക എന്ന് പറയുന്ന ഐസ് ഷീറ്റ് ആണ് കംപ്ലീറ്റ്ലി ഏകദേശം ലോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ആയിട്ട് വെസ്റ്റ് അന്റാർട്ടിക്കയിലുള്ള ഐസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സീ ലെവൽ റൈസ് 5 മീറ്റർ വരെ ഉയരും. 5 മീറ്റർ ഉയർന്നു കഴിഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ അതിന്റെ അടിയിലായി പോകും, എസ്പെഷ്യലി ഐലാൻഡ് രാജ്യങ്ങൾ. ഓഷ്യൻ ഡ്രിവൻ മെൽറ്റിംഗ് ഓഫ് ഫ്ലോട്ടിംഗ് ഐസ് ഷെൽഫ്സ് ഈ അമുൻഡേഴ്സൺ സീ എന്ന് നോക്കി നോക്കണേ. സീ ലെവൽ റൈസ് ഉണ്ടാവും എന്ന് പറയുന്നത് ഈ അമുണ്ട്സൺ കേട്ടോ, അമുണ്ട് അല്ലെ. അമുണ്ട്സൺ സീ ഉള്ളത് എവിടെയാണ്, വെസ്റ്റ് ആഫ്രിക്കയിലാട്ടോ അമുണ്ട്. ഓക്കെ, വെസ്റ്റ് ആഫ്രിക്ക, വെസ്റ്റ് അന്റാർട്ടിക്ക. ഈ അമുണ്ട്സൺ സീ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അന്റാർട്ടിക്ക ആലോചിക്കാം. അമുണ്ട് അന്റാർക്ക എന്ന് ആലോചിച്ചാൽ മതി. ആമുണ്ട് അന്റാർക്ക, അന്റാർട്ടിക്ക ആലോചിക്കണം. ആമുണ്ട് അന്റാർക്ക കേട്ടോ, അമുണ്ട്സൺ സീ, അപ്പം അന്റാർട്ടിക്ക അങ്ങനെ ആലോചിക്കുക. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറയാം, അത്രേ ഉള്ളൂ. എനിക്ക് എന്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്ന കാര്യങ്ങളായിട്ട് പറയാന്നേ ഉള്ളൂ കേട്ടോ. കൂടെ ഉണ്ടാക്കി ഇങ്ങനെ വരുമെന്നല്ല. നിങ്ങൾക്ക് ആമുണ്ട് അന്റാർക്ക ആണെന്ന് നോക്കിയാണ്. അപ്പൊ അന്റാർക്കാനും അന്റാർട്ടിക്ക. അപ്പൊ ഇങ്ങനെ ഐസ് സീക്വൻസ് ഓഫ് ഐസ് മെൽറ്റിംഗ് കോസ് ദ റിട്രീറ്റിംഗ് ഓഫ് ദി ഗ്രൗണ്ടിങ് ലൈൻ. ഓക്കെ, ഉണ്ടാവാൻ അത് കാരണമാവും. പിന്നെ അതുപോലെ തന്നെ ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലം കേട്ടോ. അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്, റെഡ്യൂസസ് ദ റെസിസ്റ്റൻസ് ടു ഐസ് ഫ്ലോയിങ് അക്രോസ് ദ ഗ്രൗണ്ടിങ് ലൈൻ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഫാസ്റ്റർ ഫ്ലോ ഉണ്ടായി കഴിഞ്ഞാൽ നിയർ ദ ഗ്രൗണ്ടിങ് ലൈൻ ഉണ്ടാവും, കോസ് മോർ ഹൊറിസോണ്ടൽ സ്ട്രെച്ചിങ് ഒക്കെ സംഭവിക്കും. അതുപോലെ തന്നെ സ്റ്റീപ്പർ സർഫേസ് സ്ലോപ്സ് ഇൻക്രീസ് ദ സ്ട്രെസ് കൂടാനൊക്കെ കാരണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുണ്ട്, അറിഞ്ഞിരിക്കാം. അമുണ്ട്സൺ അമുണ്ട് ഞാൻ പറഞ്ഞില്ലേ, അമുണ്ട്സൺ സീ അത് അന്റാർട്ടിക്കന്റെ അടുത്തുള്ളതാണ്. അന്റാർട്ടിക്കന്റെ അടുത്താണ്, വെസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് വെസ്റ്റ് അന്റാർട്ടിക്ക, ഇത് ഈസ്റ്റ് അന്റാർട്ടിക്ക. വെസ്റ്റിൽ വരുന്ന 2 സീ ആണ് അമുണ്ട്സൺ സീയും അമുണ്ടാരിക്ക. അന്റാർക്ക എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു റോസിന് കൊടുക്കാനുള്ളതാണ് പറഞ്ഞു. എന്താണ് റോസ്, റോസിനാണ്, റോസ. അപ്പൊ റോസ സീ ഉള്ളത് അവിടെ തന്നെയാണ്. അപ്പൊ നമ്മളോട് പറഞ്ഞു, അപ്പൊ നമ്മള് ഇനി ഈ അന്റാർട്ടിക്കയിൽ തന്നെ അടുത്ത് വരുന്ന ഒരു സീ ആണെന്ന് ആലോചിക്കാൻ വേണ്ടി ഞാൻ ഇതിൽ കൂടി വരാം, വെഡൽ സീ. അപ്പൊ നീ വിടല്ലേ എന്ന് ആലോചിച്ചാൽ മതി. ആ മുണ്ട് അന്റാർക്കാന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞു, അത് റോസിനുള്ളതാണ്. റോസ് വളരെ ഫേമസ്, ഭയങ്കര ഏതെങ്കിലും ഉഷാറാളാന്ന് എഴുതി റോസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വിഡൽ സീ. അത് 3 അന്റാർട്ടിക്ക കണക്ട് ചെയ്ത് ആലോചിക്കുക. ഇത് 2 വെസ്റ്റ് അന്റാർട്ടിക്കയിലാണ്, അമുണ്ട്സൺ സീയും റോസ് സീയും. വെസ്റ്റ് ആവുമ്പോൾ ഏകദേശം നോർത്തിലായിരിക്കും വരിക, നോർത്തിന്റെ അടുത്ത്, അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് കേട്ടോ. ഇനി അന്റാർട്ടിക്ക
കൺട്രോൾ ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും ഒരുപാട് ട്രീറ്റി ഉണ്ട്. ഗ്ലോബൽ എഫേർട്ട് ആണ് അന്റാർട്ടിക്ക സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയുള്ള. അന്റാർട്ടിക്ക ട്രീറ്റി ഉണ്ട് 1959 എന്താണ് ഡീമിലിറ്ററൈസ് ചെയ്യാൻ വേണ്ടിയാണ് അന്റാർട്ടിക്കനെ. ഇന്റർനാഷണൽ സയന്റിഫിക് സ്റ്റഡിയൊക്കെ അവിടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ്. ഇന്ത്യ മെമ്പറാണ് അന്റാർട്ടിക്ക ട്രീറ്റി 1959 കേട്ടോ. കേരളം ഉണ്ടാക്കി 2 വർഷം കഴിഞ്ഞ് ആലോചിച്ചാൽ മതി. അതുപോലെ കൺവെൻഷൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് അന്റാർട്ടിക് സെയിൽസ് ഉണ്ട് 1972. കൺവെൻഷൻ ഓൺ ദ കൺസർവേഷൻ ഓഫ് അന്റാർട്ടിക് മറൈൻ ലിവിംഗ് റിസോഴ്സ് ഉണ്ട് 1982. ഇന്ത്യ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോട്ടോകോൾ ഓൺ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഓഫ് അന്റാർട്ടിക്ക ട്രീറ്റി ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഇന്ത്യ അന്റാർട്ടിക്കയിൽ ഇൻട്രസ്റ്റ് ഉള്ള രാജ്യമാണ്. ഇന്ത്യൻ അന്റാർട്ടിക് പ്രോഗ്രാം തന്നെ ഉണ്ട്. 1981 നമ്മൾ തുടങ്ങിയത്. 3 റിസർച്ച് സ്റ്റേഷൻസ് നമുക്ക് ഇതിലുണ്ട്. ഒന്ന് ഗംഗോത്രി, മൈത്രി, ഭഗീർ, ഭാരതി. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ് ഭാരതത്തിലുള്ള ഭാരത മൈത്രി എന്ത് ചെയ്യാണ് അന്റാർട്ടിക്കയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ് നമ്മളെ ഗംഗനെ അവിടെ കൊണ്ടുപോയിട്ടാന്ന് ആലോചിച്ചാൽ മതി. ഗംഗോത്രി. ഓക്കെ, ഭാരത മൈത്രി അന്റാർട്ടിക്കയിൽ കൂടി എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടുത്തെ ഗംഗോത്രി ഗംഗനെ എന്ത് ചെയ്യണം നമ്മള് അന്റാർട്ടിക്കയിൽ കൊണ്ടുപോയിടാൻ പോവാണ്. അപ്പൊ അത് അന്റാർട്ടിക്കയിലെ ഇന്ത്യയിലെ സ്റ്റേഷൻസ് ആണ് ഭാരതി, മൈത്രി, ഗംഗോത്രി. ഇപ്പൊ ഭാരതി മൈത്രി ഇപ്പൊ എന്താണ് ഫുള്ളി ഓപ്പറേഷനിലാണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ അന്റാർട്ടിക്ക ആക്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് 2022 കേട്ടോ. ഇന്ത്യൻ ആക്ട് ചെയ്താണ് അന്റാർട്ടിക്ക ട്രീറ്റ് ചെയ്താക്കാൻ വേണ്ടി ചെയ്താന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കമ്മിറ്റി ഓൺ അന്റാർട്ടിക് ഗ്രീവൻസ് അന്റാർട്ടിക് ഗവേണൻസ് ആൻഡ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ അങ്ങനത്തെ സിസ്റ്റം നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾ അന്റാർട്ടിക്കനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യ ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ അത് പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുക. അന്റാർട്ടിക്കയിൽ ഐസ് മെൽറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതില് നമ്മളൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി അമുണ്ട്സൺ സീ വെസ്റ്റ് അന്റാർട്ടിക്കയിലാണ്. അവിടെയുള്ള മറ്റുള്ള സീയും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടി അന്റാർട്ടിക്കയിൽ ആ മുണ്ട് അന്റാർക്ക എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു റോസക്ക് ഉള്ളതാണ്. ഈ ഒന്ന് വിടൽ നിർത്തുന്ന പറഞ്ഞു. വെഡൽ സീ, അമുണ്ടൻ സീ, റോസ സീ, ഇത് 3 അന്റാർട്ടിക്കയിലെ അടുത്തുള്ളത് അന്റാർട്ടിക്കയിലുള്ളത്. 2 വെസ്റ്റിലാണ്. ഈ വെസ്റ്റോ ഈസ്റ്റോ അന്റാർട്ടിക്കന്റെ വെസ്റ്റ് അന്റാർട്ടിക്ക ഈസ്റ്റ് അങ്ങനെയൊക്കെ സ്പെസിഫിക് ആയി ചോദിച്ചാൽ മാറിപ്പോരുത് കേട്ടോ. ഗ്ലോബൽ എഫേർട്ട് ഉണ്ട്, അന്റാർട്ടിക് ട്രീറ്റി ഉണ്ട്, അത് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ അന്റാർട്ടിക് പ്രോഗ്രാം ആണ്. ഭാരതത്തിന്റെ മൈത്രി അവിടെ എത്തിക്കാൻ വേണ്ടി നമ്മൾ ഗംഗോത്രിനെ അന്റാർട്ടിക്കയിലേക്ക് കൊണ്ടുപോവാണ്. ഭാരതി, മൈത്രി, ഗംഗോത്രി കേട്ടോ. അതില് ഏറ്റവും ഫസ്റ്റ് നേരെ തിരിച്ചിങ്ങട്ടാണ് കേട്ടോ. ഗംഗോത്രിയാണ് ഏറ്റവും ഫസ്റ്റ്, പിന്നെ മൈത്രിയാണ്, പിന്നെ ഭാരതിയാണ്. അതിൽ മൈത്രിയും ഭാരതിയും ഇപ്പൊ ഫുൾ ഓപ്പറേഷനിലാണ്. ഗംഗ പോകാൻ കൂട്ടച്ചില്ല എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഗംഗോത്രി ഇപ്പൊ ഓപ്പറേഷനിലല്ല. അന്റാർട്ടിക് ആക്ട് ഒക്കെ ഉണ്ട് കേട്ടോ. അടുത്താണ് നമ്മുടെ ആർട്ടിക് ആംപ്ലിഫിക്കേഷൻ. ആർട്ടിക് ന്യൂസ് വരാൻ കാരണം വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ WMO ഇമ്പോർട്ടന്റ് ആണ്. ഇവരുടെ റിപ്പോർട്ടൊക്കെ നോക്കി നോക്കണം. ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ സ്റ്റഡി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആർട്ടിക് ഹാസ് വാം ട്വൈസ് ആസ് മച്ച് ആസ് വേൾഡ് ആവറേജിനെക്കാളും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡബിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിക് വാം ആവുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അതാണ് ആർട്ടിക് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. റെഫേഴ്സ് ദ വാമിംഗ് ഓഫ് ദി ഡിഫറൻഷ്യൽ ബിറ്റ്വീൻ ദ പോൾസ് ആൻഡ് ദ ട്രോപ്പിക്സ് എന്ന ഡിഫറൻസിനെ പറയുന്ന പേരാണ് എന്ത് വാമിംഗ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. റെഫേഴ്സ് ടു വാമിംഗ് ആംപ്ലിഫിക്കേഷൻ, പോൾസും ഇതുമുള്ള റിപ്പോർട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതിൽ പറയുന്നത് വെച്ചാൽ ഏകദേശം നിയർലി 4 times നമ്മളത് ഇവിടെ ഉള്ളതിനേക്കാളും എന്ത് ചെയ്യുന്നുണ്ട്, ഫാസ്റ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള വേൾഡ് ചൂടാവുന്നുണ്ട്. അതിനേക്കാളും 4 ഇരട്ടിയിലൊക്കെ ചൂടാവുന്നുണ്ട് എന്നുള്ളതാണ് ആർട്ടിക് പറയുന്നത്. അങ്ങനെ അറിഞ്ഞിരിക്കുക. എന്തുകൊണ്ടാണ് ഇപ്പൊ അന്റാർട്ടിക്ക നേരത്തെ പറഞ്ഞതെങ്കിൽ ഇത് ആർട്ടിക്, എന്തുകൊണ്ടാണ് ആർട്ടിക് റീജിയൻ വാം ആവുന്നത്? ഒന്ന് പോളർ ആംപ്ലിഫിക്കേഷൻ ഒന്നുപാടെ സ്ട്രോങ്ങർ ആണ് ആർട്ടിക്കിൽ അന്റാർട്ടിക്കിനെക്കാളും കേട്ടോ. പോളർ ആംപ്ലിഫിക്കേഷൻ സ്ട്രോങ്ങർ ആർട്ടിക്കലാണ് അന്റാർട്ടിക്കിനെക്കാളും. പിന്നെ അതുപോലെ തന്നെ എന്ത് വെച്ചാൽ മെൽറ്റിംഗ് ഓഫ് ദി ഐസ് കവർ നടക്കുന്നുണ്ട് അല്ലെ, കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പോസ് ദ മോർ ലാൻഡ് വാട്ടർ സണ്ണിലോട്ട് വന്ന്. അപ്പൊ സൺലൈറ്റ് അവിടെ അബ്സോർപ്ഷൻ കൂടി. മറ്റേത് ആൽബിഡോ ഉണ്ടായിരുന്നല്ലോ, അത് കുറഞ്ഞു. അപ്പൊ അതും കാരണമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എയർ സർക്കുലേഷനുള്ള പ്രിവെയിലിംഗ് സിസ്റ്റംസ് അതും എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് ട്രോപ്പിക്സ് പോളാർ റീജിയനിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിക് റീജിയൻ ഒന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ളതിനേക്കാളും ചൂടാവുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. ഇമ്പോർട്ടന്റ് ആർട്ടിക് സീ ഐസ് ഇമ്പോർട്ടൻസ്, ആർട്ടിക് സീ ഐസിന്റെ ഇമ്പോർട്ടൻസ് എന്താ? ഒന്ന് പോളാർ റീജിയൻ കൂളായിട്ട് കീപ്പ് ചെയ്യുന്നതിൽ അതിന് വലിയ റോൾ ഉണ്ട്. അതുപോലെ തന്നെ എയർ കൂളായി നിർത്തുന്നതിൽ വലിയ റോൾ ഉണ്ട്. ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ റോൾ ഉണ്ട്. ഓക്കെ, മാമൽസിനൊക്കെ. പിന്നെ ട്രഡീഷണൽ സബ്സ്റ്റൻസ് ഹണ്ടിങ് ലൈഫ് സ്റ്റൈലിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഇൻഫ്ലുവൻസ്. ഇൻഡിജിനസ് പോപ്പുലേഷൻസ് ഉണ്ട് അവിടെ ഉള്ള കേട്ടോ. യുപിക്, ഇനുപിയാറ്റ്, ഇനുറ്റ് എന്നുള്ളതൊക്കെ എന്താണ് അവിടെ ഉള്ള ചില പോപ്പുലേഷൻ, ഇൻഡിജിനസ് പോപ്പുലേഷൻ ആണ്. റെഡ്യൂസർ ഐസ് ഓപ്പൺ ഓഫ് ദ ഷിപ്പിംഗ് ലൈൻസ്. ഓക്കെ, അത് ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. ഐസ് എന്ത് ചെയ്യാണ്,
കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഷിപ്പിങ്ങിന്റെ റൂട്ട് കൂടുതൽ വരും. അപ്പൊ കൂടുതൽ ഷിപ്പിംഗ് അങ്ങോട്ട് പറ്റും. അതാണ് അഡിപ് ആംപ്ലിഫിക്കേഷൻ കേട്ടോ. ഡൈനാമിക്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് അറിഞ്ഞിരിക്കാം. പിന്നെ ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് ബ്ലൂ ഓഷ്യൻ ഈവന്റ് എന്ന് പറയും. അഥവാ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ ആർട്ടിക് ഓഷ്യൻസ് ഐസ് ഏരിയ ഡ്രോപ്പ് ബിലോ 1 മില്യൺ സ്ക്വയർ കിലോമീറ്ററിലേക്ക് വരുന്നതാണ്. ഓക്കെ, ബ്ലൂ ഓഷ്യൻ ഈവന്റ് എന്ന് പറയുന്നുണ്ട്. ചേഞ്ചസ് ഓഫ് ദി ആർട്ടിക് സർഫേസ് കളർ ഫ്രം വൈറ്റ് ടു ബ്ലൂ ആയിട്ട് മാറുന്നതാണ് കേട്ടോ. വൈറ്റ് ഉള്ള കളറാണല്ലോ അപ്പം, ഐസായി കിടക്കില്ല, അത് ബ്ലൂ ആയിട്ട് മാറാം. പ്രോസസ് റെഡ്യൂസസ് ദ അമൗണ്ട് ഓഫ് സൺലൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സ്പേസിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്ന അമൗണ്ടിന്റെ സൺലൈറ്റ് കുറയും. അപ്പൊ അത് എന്ത് ചെയ്യും, ഇവിടെ ടെമ്പറേച്ചർ കൂടാൻ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഉണ്ടാവാൻ കാരണമാവും. ഓക്കെ, അതാണ് ആർട്ടിക്കുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ഒരു ന്യൂസ്. ഇതാണ് ഒന്നാമത്തെ ഗ്ലോബൽ സിനാരിയോ, ഏത് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്. ഓക്കെ, ഈ രീതിയിൽ പോയാൽ മതിയല്ലോ. എന്താ നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം എപ്പോഴും കേട്ടോ. ഇൻട്രസ്റ്റഡ് ആണ്, കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്, ഓക്കെ ആണ്, യൂസ്ഫുൾ ആണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഫീഡ്ബാക്കുകൾ കമന്റ് ആയിട്ടോ ഡയറക്റ്റോ ഒക്കെ അറിയിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ക്ലാസ്സുകളും പെട്ടെന്ന് ഇടാനും ഒരു താല്പര്യം ഉണ്ടാവുക. ഓക്കെ, ഇഷ്ടപ്പെടുന്നവര് അത് അറിയിക്കണം, വിട്ടുപോകരുത്. ഇവിടെ മാത്രമല്ല, എന്തും എല്ലായിടത്തും കേട്ടോ. കോംപ്ലിമെന്റ് എപ്പോഴും നമുക്ക് പറയണം, അപ്പോഴേ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലേ, അങ്ങനല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇന്റർനാഷണൽ കോൺഫറൻസും കൺവെൻഷൻസും ഇനീഷ്യേറ്റീവ്സ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ചിലതൊക്കെ ന്യൂസിലേക്ക് വരുന്ന കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് പ്രിലിംസിന്. പിന്നെ പ്രിലിംസിലോട്ട് വേണ്ടിയുള്ള റിവിഷൻ പ്രോഗ്രാമുകളും കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും സിസാറ്റ് ക്ലാസ്സുകളും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഏത് ജോയിൻ ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ആണെങ്കിലും എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് ഉള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം. 8590840250 എന്നുള്ള. ഇനി മെയിൻസിലോട്ടുള്ള ആൻസർ റൈറ്റിംഗ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ്, ഒരു മെന്റർ സഹായത്തോടു കൂടി. മെന്റർ സഹായം ഞാൻ പലപ്പോഴും എടുത്തു വരാൻ കാരണം, പഠിക്കുമ്പോൾ പലപ്പോഴും നമുക്കൊരു മെന്റർ നല്ലതാണ്. ഇനി ഞാൻ തന്നെ മെന്റർ ആവണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയത്തിൽ ആര് മെന്റർ ആയാലും മതി. സിവിൽ സർവീസ് കിട്ടിയ ആളുകളോ, അല്ലെങ്കിൽ മെയിൻസിൽ ഇന്റർവ്യൂവിൽ എത്തിയ ആളുകളോ, അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന ആളുകളൊക്കെയാണ് നല്ലത്. കിട്ടാത്ത ഒരു ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു ടീച്ചറെ കൊണ്ടുപോയിട്ട് മെന്റർ ആക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പഠനം പിന്നോട്ടാവുക ചെയ്യാം. അപ്പൊ നല്ല ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉള്ള ഒരാളെ നിങ്ങൾ മെന്റർ ആക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ വ്യക്തമായ ട്രാക്കിലൂടെയാണോ എപ്പോഴും മുന്നോട്ട് പോകുന്നത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും, നമുക്ക് കറക്റ്റ് ഗൈഡൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തരാൻ പറ്റും അല്ലെ. എന്ത് പഠിക്കണം, എന്ത് പഠിക്കണ്ട, എന്ത് വായിക്കണം, ആൻസർ റൈറ്റിംഗ് പോലത്തെ കാര്യങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക് തരാൻ വേണ്ടി അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ പഠനത്തിന് എപ്പോഴും നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആയി നിൽക്കാൻ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. വിജയത്തിന് ഏറ്റവും ആവശ്യമായ ഒരു സാധനമാണ് കൺസിസ്റ്റൻസിയും ഡിസിപ്ലിനും. അത് രണ്ടും ഉണ്ടാക്കാൻ എന്ത് ചെയ്യും, നല്ലൊരു മെന്റർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പഠിക്കാനുള്ള മറ്റു കാര്യങ്ങൾ, നമുക്ക് പഠനത്തിന് ആവശ്യമായ കൗൺസിലിംഗ്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, താല്പര്യമുള്ള ആളുകൾ മെന്റർ സഹായത്തോടുകൂടി എന്റെ നേരിട്ട് മെന്ററിങ്ങോട് കൂടി നിങ്ങൾ പഠിക്കണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 8590 840 250 എന്നുള്ള നമ്പറിലോട്ട് ബന്ധപ്പെടാവുന്നതാണ്. പഠിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി കേട്ടോ. നിങ്ങളെ പൈസ കളയാനും വരരുത്, എന്റെ സമയം കളയാനും വരരുത്. ഓക്കെ, പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പ്ലാനിങ്ങോട് കൂടി പഠിക്കും ഉറപ്പാണെങ്കിൽ വന്നാൽ മതി. അത് തന്നെ ഡെയിലി മെന്ററിംഗ് ഉള്ള പ്രോഗ്രാം ഉണ്ട്. ഡെയിലി മെന്ററിംഗ് കുറച്ച് ഫീസ് കൂടും. പിന്നെ വീക്കിലി മെന്ററിംഗ് ഉള്ള പ്രോഗ്രാം ഉണ്ട്. രണ്ടും ഒരു വർഷത്തേക്കാണ് കേട്ടോ. ഓക്കെ, ശരി, ജസ്റ്റ് സാന്ദർഭികമായിട്ട് പറഞ്ഞോളൂ. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ താല്പര്യമുള്ള ആളുകൾക്ക് ജസ്റ്റ് ഒന്ന് അറിയിച്ചു കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഈ വിഷന്റെ കറണ്ട് അഫയേഴ്സിന്റെ മെറ്റീരിയലും അതുപോലെ തന്നെ ഒരുപാട് ഫ്രീ ക്ലാസ്സുകളും മെറ്റീരിയൽസ് ഒക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാമിൽ ഇല്ലാത്ത ആളുകൾ ഇതിലേക്ക് ജോയിൻ ചെയ്യണേ, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അടുത്ത നോക്കുള്ള ഇന്റർനാഷണൽ കോൺഫറൻസ് കൺവെൻഷൻസ് ഇനീഷ്യേറ്റീവ്സ് ആണ്. അതിൽ പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കോൺഫറൻസ് ആണ് COP. എല്ലാ വർഷവും ഉണ്ടാവുന്നുണ്ട്. COP നിങ്ങൾ കാണുന്നുണ്ടാവും. ഓക്കെ, COP എന്ന് പറഞ്ഞാൽ 28th COP നടന്നിട്ടുണ്ട്. COP എന്ന് പറയുമ്പോൾ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആണ്. 28th COP നടന്നത് UAE-യിലാണ്. സോറി, UNFCCന്റെ ഇത് നടന്നത് ദുബായിലാണ് കേട്ടോ. ദുബായ്, UAE. ഓക്കെ, UNFCC ആണ്, യുണൈറ്റഡ് നാഷൻസ് ഫ്രെയിംവർക്ക്. യുണൈറ്റഡ് നേഷൻസ് വരുന്ന മനസ്സിലാക്കിയത് ഫ്രെയിംവർക്ക് ഓഫ് കൺവെൻഷൻ ടു ക്ലൈമറ്റ് ചേഞ്ച് ആണ് കേട്ടോ. കയ്യിലേക്ക് വരാം. നമ്മളെ പാരീസ് ഒക്കെ ഇത്തരത്തിലൊരു കൺവെൻഷൻ വന്നതാണ്. കയ്യിലേക്ക് വരാം. പാരീസ് ഉടമ്പടിയൊക്കെ ഇല്ലേ. COP എന്ന് പറയുന്നത് ഒരു ആനുവൽ കോൺഫറൻസ് ആണ് UNFCCയുടെ. UNFCC ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ട ഒരു സംഘടനയാണ് UNFCC. ക്ലൈമറ്റ് ക്രൈസിസ് ഒക്കെ അഡ്രസ് ചെയ്ത ഒരു സംഘടനയാണ്. ഇവരുടെ മീറ്റിംഗ് നടക്കാറുണ്ട്. COP കോൺഫറൻസ് ഓഫ് പാർട്ടിയുടെ മീറ്റിംഗ് ആണ് COP എന്ന് പറയുന്നത്. മീറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്,
ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ചെയ്തു വെച്ചാൽ മീറ്റിംഗ് റിവ്യൂ ഓഫ് ദി നാഷണൽ ഡിവലപ്മെന്റ് കോൺട്രിബ്യൂഷൻ, NDC, ഇന്ത്യന്റെ NDC ഒക്കെ നമ്മൾ പഠിക്കാനുള്ളതാണ്. നാഷണലി ഓരോ രാജ്യവും ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തോളാം, ഒരു കോൺട്രിബ്യൂഷൻ പറയാണ്, വോളണ്ടറി ആയിട്ടുള്ള കേട്ടോ. പാരീസ് അഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് 2015 പാരീസ് അഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് ഓരോ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച അവരുടെ കോൺട്രിബ്യൂഷൻ ആണ് നാഷണൽ ഡിറ്റർമെന്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയും. ഇന്ത്യക്ക് ഉണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ ഫൈനൽ ഡോക്യുമെന്റ് കോൾഡ് UAE കൺസെൻസസ് അഡോപ്റ്റിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അസർബൈജാൻ ആണ് അടുത്ത COP 29 നടക്കുന്ന 2024 ഈ വർഷം. ബ്രസീലിൽ നടക്കുന്ന അതിന്റെ വർഷം പിറ്റത്തെ വർഷം 2025 നടക്കുന്ന ബ്രസീലിലായിരിക്കും COP 30. വരാൻ പോകുന്ന രണ്ടെണ്ണം അസർബൈജാനും ബ്രസീലും. ഓക്കെ, ബ്രസീലിൽ പോയത് ആലോചിച്ചാൽ മതി. കീ ഔട്ട്കംസ് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സിംഗ് ദ ക്ലൈമറ്റ് ഫിനാൻസ് ഇതിന്റെ COP 28 പറയുന്നത് കേട്ടോ. UAE ദുബായിൽ ഉണ്ടായിരുന്നത് 2023. COP 28 എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ദ ക്ലൈമറ്റ് ഫിനാൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഓപ്പറേഷണലൈസ് ചെയ്തിട്ടുണ്ട്. ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്, ഒരുപാട് ഫണ്ട് ഉണ്ട് ഇതിന്റെ കീഴിൽ. അതിലൊരു ഫണ്ടാണ് ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്. ഇത് അനൗൺസ് ചെയ്തത് ഷറം ഇൽ ഷെയ്ഖ് ഈജിപ്തിൽ വെച്ചിട്ടുള്ള മീറ്റിംഗിലായിരുന്നു 2002. അത് ഓപ്പറേഷണലൈസ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് എന്ത് ചെയ്യാണ്, ഈ ക്ലൈമറ്റ് ചേഞ്ച് ഡീൽ ചെയ്യുന്ന രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഫണ്ടാണ് കേട്ടോ. ലോസ് ആൻഡ് ഡാമേജ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമുക്ക് ചില അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച് ഇവിടെ നടക്കും. അപ്പൊ അതിൽ ഉണ്ടാവുന്ന ലോസ് ആൻഡ് ഡാമേജ് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ഫണ്ടാണ്. ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ വേൾഡിൽ ചൂട് കൂടുമ്പോൾ സീ ലെവൽ റൈസ് ചെയ്യും. അപ്പൊ ചില ദ്വീപ് രാജ്യങ്ങളൊക്കെ മുങ്ങും. ഒഴിവാക്കാൻ പറ്റുമോ? വെള്ളം മുക്കി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വാർസോ ഇന്റർനാഷണൽ മെക്കാനിസം എല്ലിന്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്താണ് 2019 COP 19 2013 വാർസോയിൽ വെച്ചിട്ടുണ്ട്. വാർസോനോ പോളണ്ടിലാണത്. ഇത് ക്ലൈമറ്റ് ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് വേൾഡ് ബാങ്ക് ആണ്, അറിഞ്ഞിരിക്കണേ. ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന വേൾഡ് ബാങ്ക് ആണ്, UNFCന്റെ കീഴിൽ വരുന്ന ഒരു ഫണ്ടാണ്. അതുപോലെ തന്നെ അറിഞ്ഞിരിക്കാം. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പല ആളുകളും ഇതിലേക്ക് എമൗണ്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു ഇത് മുന്നോട്ട് വെച്ച് മൊബിലൈസ് ചെയ്യാൻ വേണ്ടി 53.9 മില്യൺ മൊബിലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഏതൊക്കെ ഫണ്ടിലോട്ട്? ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ട്, അഡാപ്റ്റേഷൻ ഫണ്ട്, ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് ഫണ്ട്, സ്പെഷ്യൽ ക്ലൈമറ്റ് ഫണ്ട് ഒക്കെ അതിന്റെ കീഴിൽ വരുന്നതാണ്. അതൊക്കെ ഇതിൽ അറിഞ്ഞിരിക്കാം. പിന്നെ അതുപോലെ ഡിക്ലറേഷൻ ഓഫ് ദി ഗ്ലോബൽ ക്ലൈമറ്റ് ഫിനാൻസ് ഫ്രെയിംവർക്ക് ഇന്ത്യന്റെ ഭാഗമാണ്. രണ്ടാമത് ഫോക്കസിങ് ഓൺ ദ പീപ്പിൾ ലൈവ്സ് ആൻഡ് ലൈവ്ലിഹുഡ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇംപ്ലിമെന്റേഷൻ റിപ്പോർട്ട് ഷറം എൽ ഷെയ്ഖ് അഡാപ്റ്റേഷൻ അജണ്ടന്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്താണ് കേട്ടോ, അറിഞ്ഞിരിക്കാം. COP 28 UAE ഡിക്ലറേഷൻ ഓൺ അഗ്രികൾച്ചർ ഉണ്ട്. COP 28 UAE ഡിക്ലറേഷൻ ഓൺ ക്ലൈമറ്റ് ഹെൽത്ത് ഒക്കെ ഉണ്ട് കേട്ടോ, അറിഞ്ഞിരിക്കാം. പിന്നെ COP 28 UAE ഡിക്ലറേഷൻ ഓൺ ദ ക്ലൈമറ്റ് റിലീഫ് റിക്കവറി പീസ് ഒക്കെ ഉണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ അണ്ടർപിന്നിങ് എവരിത്തിങ് വിത്ത് ഫുൾ ഇൻക്ലൂസിവിറ്റി COP 28 ഭാഗമായിട്ടാണ് ലോഞ്ച് ഓഫ് ദി COP 28 ജെൻഡർ റെസ്പോൺസീവ് ജസ്റ്റ് ട്രാൻസിഷൻ ആൻഡ് ക്ലൈമറ്റ് ആക്ഷൻ പാർട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു യൂത്ത് ക്ലൈമറ്റ് ചാമ്പ്യൻ അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ റിപ്പോർട്ട് COP 28 റിലീസ് ചെയ്ത റിപ്പോർട്ടുകളാണ്. റിപ്പോർട്ടും ക്ലൈമറ്റ് ഫിനാൻസ് റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റിലീസ് ചെയ്തത് ഇൻഡിപെൻഡന്റ് ഹൈ ലെവൽ എക്സ്പെർട്ട് ഗ്രൂപ്പ് ക്ലൈമറ്റ് ഫിനാൻസ് ആണ് ചെയ്തത്. അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് പറയുന്നത് വെച്ചാൽ റിപ്പോർട്ട് ഗ്ലോബൽ ക്ലൈമറ്റ് ഫിനാൻസ് കമ്മിറ്റഡ് ഇൻ മോർ ദാൻ ട്രിപ്പിൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ എങ്കിലും ഇപ്പോഴും കുറവാണെന്നുള്ളതാണ്. കൂടിയിട്ടുണ്ട്, പക്ഷെ അത് ഇപ്പോഴും ആവശ്യത്തിന് പോരാന്നുള്ളത് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ അയോൺ മീഥേൻ റിപ്പോർട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ മീഥേൻ എമിഷൻ ഒബ്സർവേറ്ററി ആണ് ചെയ്തത് കേട്ടോ. ഒരു UNEP-ന്റെ കീഴിൽ വരുന്നതാണ്. G20 ലീഡർ സമ്മിറ്റിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഇനി UNFCCനെ കുറിച്ച് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കി വെക്കൽ നല്ലത് തന്നെയാണ് കേട്ടോ. UNFCC എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ ട്രീറ്റി ആണ്. എന്തിനു വേണ്ടിയിലാണ്? ഗ്രീൻ ഹൗസ് ഗ്യാസ് കുറച്ചിട്ട് എന്ത് ചെയ്യാം, ഗ്ലോബൽ വാർമിംഗ് പ്രിവെന്റ് ചെയ്യുക. അതാണ് അവരുടെ ഉദ്ദേശം. ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണല്ലോ ഗ്ലോബൽ വാർമിംഗ്, അഥവാ ചൂട് കൂടുന്ന ഒരു അവസ്ഥ ആണ്, അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇത് 1992 സൈൻ ചെയ്തത്. അന്നത്തെ കോൺഫറൻസ് ആണ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് അറിയപ്പെടും. അതിന് തന്നെ എർത്ത് സമ്മിറ്റ് എന്ന് അറിയപ്പെടുന്നത്, അറിഞ്ഞിരിക്കണം. എർത്ത് സമ്മിറ്റിലാണ് 1992. ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളവിടെയാണ് ബോൺ, ജർമ്മനിയിലാണ്. അത് മീറ്റിംഗ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ബോണിലാണ്, ജർമ്മനിയിലാണുള്ളത്. സെക്രട്ടേറിയറ്റ് ഉള്ളതും ബോണിലാണ്, ജർമ്മനി. 297 രാജ്യങ്ങളുണ്ട്, ഇന്ത്യ ഇൻക്ലൂഡ് ആണ്. അതിൽ വരുന്ന ഒരുപാട് അഗ്രിമെന്റ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 അഗ്രിമെന്റ് ആണ്. ഒന്ന് പാരീസ് ഉടമ്പടി, 2 ക്യോട്ടോ പ്രോട്ടോകോൾ. 2015 വരെ 2020 വരെ ക്യോട്ടോ ആയിരുന്നു. ഇപ്പൊ ഇനി പാരീസ് ആണ്. പാരീസ് അഡോപ്റ്റ് ചെയ്ത് 2015 ലീഗലി ബൈൻഡിങ് ആണ്, അത് അറിഞ്ഞില്ല. ഇതിന്റെ നിലവിൽ വരുന്ന 2020 മുതലാണ്. ഇതിന്റെ ഗോൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, ഗ്ലോബൽ ആവറേജ് ടെമ്പറേച്ചർ 2 ഡിഗ്രി സെൽഷ്യസ് താഴെ കൊണ്ടുവരിക. ഓക്കെ, പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിൽ നിന്നും.
പറ്റുകയാണെങ്കിൽ എഫേർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, അത് 1.5 ആക്കി തന്നെ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും വേണം. 2ന്റെ താഴെ കൊണ്ടുവരണം, പറ്റുകയാണെങ്കിൽ 1.5ന്റെ താഴെ ആക്കും വേണം. അതാണ് ഇതേ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് മുമ്പ് വന്നൊരു അഗ്രിമെന്റ് ആണ് ക്യോട്ടോ പ്രോട്ടോകോൾ. അത് 1997 അഡോപ്റ്റ് ചെയ്തത്. 2005 വന്നത്. 2005 മുതൽ ഫസ്റ്റ് ഫേസ് 2005 to 2012, പിന്നെ 2012 മുതൽ 2020 വരെ. ഓക്കെ, അപ്പൊ 20ന്റെ ഇടയിൽ തന്നെ എന്ത് ചെയ്തു, പാരീസ് അഗ്രിമെന്റ് നടന്നു, അത് വന്നു. അത് നിലവിൽ വരെ 2020 മുതലാണ്, ഇത് കഴിയുന്നതോടുകൂടി. ഈ ക്യോട്ടോയും പാരീസ് വ്യത്യാസമാണ്. ക്യോട്ടോയിൽ നിർബന്ധിതമായിട്ട് അനക്സ്, നോൺ അനക്സ് കൺട്രീസ് ഒക്കെ പറഞ്ഞിട്ട് ഡെവലപ്ഡ് രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിർബന്ധമായിട്ട് ചെയ്യേണ്ട ചില ടാർഗറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ പാരീസിൽ അങ്ങനെയല്ലേ, വോളണ്ടറി ആണ്, ആർക്കും എത്ര ചെയ്യണം എന്ന് പറയാം, ഒരാൾ നിർബന്ധമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ നമ്മൾ അങ്ങോട്ട് വെച്ചത്, ഓരോ രാജ്യവും നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇതുവരെ എൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇനി ഇതാണ് വരുന്നത്. പിന്നെ മറ്റൊരു ഇനിഷ്യേറ്റീവ് ആണ് മൊമെന്റം ഫോർ ചേഞ്ച് ക്ലൈമറ്റ് ന്യൂട്രൽ ന്യൂ എന്നുള്ളതാണ്. അത് UNFCC സെക്രട്ടേറിയറ്റ് ലോഞ്ച് ചെയ്താൽ, അത് ആര് ലോഞ്ച് ചെയ്താൽ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. മൊമെന്റം ഫോർ ചേഞ്ച് ക്ലൈമറ്റ് ന്യൂട്രൽ നോ. UNFCCന്റെ ഒരുപാട് റിപ്പോർട്ടുകൾ ഉണ്ട്. അതിലൊരു റിപ്പോർട്ടാണ് ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് ടെക്നിക്കൽ സിന്തസിസ് റിപ്പോർട്ട്. ഓക്കെ, ഒരുപാട് 8 സ്റ്റെപ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. പറയുന്നത് ട്രിപ്ലിംഗ് ദ റിന്യൂവബിൾ എനർജി, ആക്സിലേറ്റിംഗ് ദ എഫർട്ട് ടുവാർഡ്സ് ദ ഫേസ് ഔട്ട് ദി അൺഅബേറ്റഡ് കോൾ പവർ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ റിപ്പോർട്ട് UNFCCയുമായി ബന്ധപ്പെട്ടാന്ന് അറിഞ്ഞാൽ മതി. GST എന്ന് കാണുമ്പോൾ നിങ്ങൾ അത് എക്കോണമി ആണല്ലോ എന്ന് കരുതും. അങ്ങനെ കരുതരുത് കേട്ടോ. ഗ്ലോബൽ സ്റ്റോക്ക് ടേക്ക് എന്നുള്ളതാണ് ടെക്നിക്കൽ സിന്തസിസ് റിപ്പോർട്ട്, UNFCCൻ്റെതാണ്. പാരീസ് അഗ്രിമെന്റ് സിന്തസിസ് റിപ്പോർട്ട് എന്തായാലും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. പാരീസ് അഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ UNFCC ആണ് ഓർമ്മ വരേണ്ടത് കേട്ടോ. NFCCC 3 C ഉണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്ലിമെന്റ് ലേറ്റസ്റ്റ് NDC ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് എമിഷൻ കൂടുന്നൊക്കെയാണ് പറയുന്നത്. അപ്രോക്സിമേറ്റ്ലി 8.8% ഒക്കെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 40% ഓഫ് ദി പാർട്ടീസ് ഔട്ട്ലൈൻ ദ ലോക്കൽ റോൾസ് ഓഫ് ദി ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഒക്കെ പറയുന്നുണ്ട്. ഇൻഡിജിനസ് പീപ്പിളിന്റെ ഒക്കെ ഇതിൽ അഡാപ്റ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ആ റിപ്പോർട്ടും വരുടെ മനസ്സിലാക്കി വെക്കാം. പിന്നെ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് COP 22ന്റെ ഭാഗമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിൽ ഒന്ന് നിർബന്ധം മനസ്സിലാക്കണം, ഗ്ലോബൽ ഗ്രീൻ ക്രെഡിറ്റ് ഇനീഷ്യേറ്റീവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യ കൊണ്ടുവന്നതാണ്, അതുകൊണ്ടാണ് ഇന്ത്യയും UAE ഒക്കെ കൂടി കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് അത് മനസ്സിലാക്കി വെക്കണം. ഗ്ലോബൽ ഗ്രീൻ ക്രെഡിറ്റ് ഇനീഷ്യേറ്റീവ്. ഓക്കെ, അപ്പൊ ഇന്ത്യ എന്ത് ചെയ്യാണ്, ഗ്ലോബലി ഒരു ഗ്രീൻ ക്രെഡിറ്റ് കൊടുക്കുകയാണെന്ന് ആലോചിച്ചാൽ മതി. പല ക്രെഡിറ്റും കൊടുക്കുന്നത് പല രാജ്യവും, ഗ്രീൻ ക്രെഡിറ്റ് കൊടുക്കാൻ പോകുന്ന ഇന്ത്യയാണ്, അത് ആലോചിച്ചാൽ മതി. അപ്പൊ അത് UNFCന്റെ ഭാഗമായിട്ട് ഇന്ത്യ കൊണ്ടുവന്നതാണ്. എന്തിനുള്ളതാണ്, ഒരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം ആണ് ഫോർ ഡയലോഗ്, കൊളാബറേഷൻ, എക്സ്ചേഞ്ച് ഓഫ് ദി ഇന്നോവേറ്റീവ് ML പ്രോഗ്രാംസ്, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പരസ്പരം എന്ത് ചെയ്യാണ്ട് പരസ്പരം കൈമാറാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. ഗ്ലോബൽ പ്ലാറ്റ്ഫോം ഫോർ നാച്ചുറൽ എക്കോളജിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നുണ്ട്. കീ പർപ്പസ് എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, ഗ്രീൻ ക്രെഡിറ്റ് പോളിസി ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഷേപ്പ് ചെയ്യുക, ഇംപ്ലിമെന്റേഷനൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതൊക്കെയാണ്. അതിന്റെ ഭാഗമായിട്ട് എന്താ പറയുക, ഗ്രീൻ ക്രെഡിറ്റ് സിസ്റ്റം ഉണ്ട്, ഫുള്ളി ഡിജിറ്റൽ ആണ്. ഗ്രീൻ ക്രെഡിറ്റ് പോർട്ടൽ ഉണ്ട്, ഒക്കെ അറിഞ്ഞിരിക്കാം. പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വോളണ്ടറി എൻവയോൺമെന്റൽ ആക്ഷൻസ് ആണ് കേട്ടോ. കമ്മ്യൂണിറ്റിയും പ്രൈവറ്റും ഇൻഡസ്ട്രിയും ഇൻഡിവിജ്വലും എല്ലാവരും വരുന്നുണ്ട്. അപ്പൊ ഗ്ലോബൽ ഗ്രീൻ ക്രെഡിറ്റ് ഇനീഷ്യേറ്റീവ് ഇന്ത്യയാണ് മുൻകൈയെടുത്ത് ഇറങ്ങിയെന്ന് അറിഞ്ഞിരിക്കുക. അത് നിർബന്ധമായിട്ട് അറിയണം. ചിലപ്പോൾ അതാവും ചോദിക്കുക, ഇന്ത്യ മുൻകൈയെടുത്ത് ഇറങ്ങിയതുകൊണ്ട്. അത് കൂടാതെ ഒരുപാട് ഇതുണ്ട്. ഗ്ലോബൽ റിന്യൂവബിൾ ആൻഡ് എനർജി എഫിഷ്യൻസി പ്ലഡ്ജ് ഉണ്ട്. 2018 രാജ്യങ്ങൾ ചെയ്തിട്ട് ഇന്ത്യ സിഗ്നേറ്ററി അല്ല, അറിഞ്ഞിരിക്കുക കേട്ടോ. ട്രിപ്പിൾ ചെയ്യാൻ വേണ്ടിയാണ്, ഗ്ലോബൽ ഇൻസ്റ്റാൾഡ് റിന്യൂവബിൾ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ് 11,000 ഗിഗാവാട്ടിലേക്ക് എത്തിക്കാൻ. ഗ്ലോബൽ കൂളിംഗ് പ്ലഡ്ജ് ഉണ്ട്, UAE ആണ്, ഇന്ത്യ സിഗ്നേറ്ററി അല്ല കേട്ടോ. കൂളിംഗ് എമിഷൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ് 68%. പിന്നെ ഫോസിൽ ഫ്യൂവൽ ഓയിൽ ഗ്യാസ് ഡീകാർബണൈസേഷൻ ചാർട്ടർ ഉണ്ട്, അത് 50 കമ്പനീസും കൂടി ഉള്ളതാണ്, ഒരു ഇൻഡസ്ട്രി ചാർട്ടർ ആണ്. പിന്നെ ആഫ്രിക്കൻ ഗ്രീൻ ഇൻഡസ്ട്രിയലൈസേഷൻ ഇനിഷ്യേറ്റീവ് ഉണ്ട്, ആഫ്രിക്കൻ ലീഡേഴ്സ് ഉള്ളതാണ്, COP-ന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. അതൊക്കെ ആ രൂപത്തിൽ മനസ്സിലാക്കിയാൽ മതി. പിന്നെ G7 ക്ലൈമറ്റ് ക്ലബ് ഉണ്ട്, ജർമ്മനിയും ചിലിയാണ് ലീഡ് ചെയ്യുന്നത് കേട്ടോ. G7 ക്ലൈമറ്റ് ക്ലബ്ബ് ഒരു ഓപ്പൺ കോപ്പറേറ്റീവ് ആൻഡ് ഇൻക്ലൂസീവ് ഫോർ ആണ്, ക്ലൈമറ്റ് ആംബിഷ്യസ് കൺട്രീസിന് വേണ്ടിയുള്ളത് കേട്ടോ, ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ വേണ്ടി പാരീസ് അഗ്രിമെന്റ് ഒക്കെ. പിന്നെ അലൈഡ് ക്ലൈമറ്റ് പാർട്ണർഷിപ്പ് ഉണ്ട്, പ്ലാറ്റ്ഫോം ഉണ്ട്, ഈ രാജ്യങ്ങൾ കൂടിയിട്ടുള്ളതാണ് കേട്ടോ. ഫിലാന്ത്രോപ്പിക് ഇൻവെസ്റ്റ്മെന്റ് ഓർഗനൈസേഷൻ ആണ് SCP എന്ന് പറയുന്നത്. പിന്നെ അൾട്രാ ഫണ്ട് ഉണ്ട്, ഇത് UAE ആണ് അനൗൺസ് ചെയ്തത്, 30 ബില്യൺ ഫണ്ടാണ് കേട്ടോ. UAE വേൾഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിൾ ആക്കാൻ വേണ്ടിയുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. ഇനി ഇന്ത്യ COP 28 എന്തൊക്കെ ചെയ്തു അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. ഇന്ത്യ എന്ന് പറയുന്നത് വോയിസ് ചെയ്തിട്ടുണ്ട് ഗ്ലോബൽ സൗത്തിന് വേണ്ടി. ഇപ്പൊ
പൂർ കൺട്രീസിന് വേണ്ടി ഇന്ത്യ പ്രത്യേകമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്ലൈമറ്റ് ഫിനാൻസിങ് എന്ത് ചെയ്യണം, സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിന് അവൈലബിൾ ആക്കണം എന്നൊക്കെ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഫണ്ട് ഉണ്ടാക്കാനല്ലാതെ സാധനം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യ റോൾ എന്ന് പറയുന്നത് ഇന്ത്യ കോലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതാണ്? ലീഡ് IT 2.0 ലീഡർഷിപ്പ് ഗ്രൂപ്പ് ഫോർ ഇൻഡസ്ട്രി ട്രാൻസിഷൻ എന്നുള്ളതാണ്. ലീഡ് IT എന്ന് പറയുന്നത് ഒരു എന്താണ്, ഇൻഡസ്ട്രി ട്രാൻസിഷൻ ഡെവലപ്മെന്റ് ഇതാണ്. ഇന്ത്യയും സ്വീഡനും കൂടിയിട്ടുള്ളതാണ്. അറിഞ്ഞിരിക്കുക, രണ്ട് രാജ്യം നോട്ട് ചെയ്യണേ. ലീഡ്. ഓക്കെ, ഇന്ത്യ സ്വീഡനെ ലീഡ് ചെയ്തു ആലോചിച്ചാൽ മതി. ഓക്കെ, ഇന്ത്യ ലീഡ് സ്വീഡനെ, അല്ലെങ്കിൽ ഇന്ത്യ സ്വീറ്റ് ആയിട്ട് ലീഡ് ചെയ്യാൻ ഉഷാറാണ്. സ്വീറ്റ് വരുമ്പോൾ സ്വീഡൻ ആലോചിക്കണം. ഓക്കെ, UN ആക്ഷൻ സമ്മിറ്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ലോഞ്ച് ചെയ്താണ് ലീഡ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇൻക്ലൂസീവ് ആൻഡ് ജസ്റ്റ് ഇൻഡസ്ട്രി ട്രാൻസിഷൻ ഡെവലപ്മെന്റ് ആൻഡ് ട്രാൻസ്ഫർ ടു ലോ കാർബൺ ടെക്നോളജിയിലേക്ക് വരാൻ വേണ്ടിയാണ്. അപ്പൊ ഇന്ത്യ സ്വീറ്റ് ആയിട്ട് ലോ കാർബൺ ടെക്നോളജിയിലേക്ക് വന്ന്, അപ്പൊ ഇന്ത്യയും സ്വീഡനും കൂടിയിട്ടുള്ളതാണ് ലീഡ്. ഇന്ത്യ സ്വീഡനെ ലീഡ് ചെയ്തു എങ്ങട്ട്, ലോ കാർബൺ ടെക്നോളജിയിലേക്ക്. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ ലോ കാർബൺ ടെക്നോളജി മുന്നോട്ട് വെക്കുന്നതാണ്, ഇന്ത്യയും സ്വീഡനും കൂടിയിട്ടുള്ളതാണ്, ലീഡാണ് അതിന്റെ പേര്. പിന്നെ ഇന്ത്യ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം, പറഞ്ഞല്ലോ ഗ്രീൻ ക്രെഡിറ്റ്, ഗ്ലോബൽ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം ഇന്ത്യയും UAEയും കൂടി കോഹോസ്റ്റ് ചെയ്താണ് കേട്ടോ. വോളണ്ടറി എൻവയോൺമെന്റൽ ആക്ഷൻസ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് മാംഗ്രോവ് അലയൻസ് ക്ലൈമറ്റ് മിനിസ്റ്റീരിയൽ മീറ്റിംഗിലൊക്കെ ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. മാംഗ്രോവ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അവന്റെ പേര് തന്നെ ഉണ്ടാവല്ലോ, കൺസർവേഷനൊക്കെ വേണ്ടിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ ലെഡ് എ ഗ്ലോബൽ റിവർ ക്ലൈമറ്റ് അലയൻസ് ഉണ്ട് കേട്ടോ. ഇന്ത്യ ലീഡ് ചെയ്താണ് ഗ്ലോബൽ റിവർ ക്ലൈമറ്റ്. നാഷണൽ മിഷൻ ക്ലീൻ ഗംഗന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഒരു മെമ്മോറാണ്ടം ചെയ്തിട്ടുണ്ട്. വിത്ത് ഏത് റിവർ ആയിട്ടാണ്? മിസിസിപ്പി റിവർ സിറ്റീസ് ടൗൺ ഇനിഷ്യേറ്റീവ് ആയിട്ടൊക്കെ കേട്ടോ. അറിഞ്ഞിരിക്കും. ഒരുപാട് 260 ഗ്ലോബൽ റിവർ സിറ്റീസ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് ഇന്ത്യയും US ഡെൻമാർക്കും ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതിൽ ഇന്ത്യയിൽ ചെയ്യുന്ന മിനിസ്ട്രി ഓഫ് ജൽശക്തിയാണ് ചെയ്യുന്നത്. അതിൽ അറിഞ്ഞിരിക്കാം. ഇന്ത്യൻ ഇനിഷ്യേറ്റീവ്സ് ഇന്ത്യയാണ് ലീഡ് ചെയ്യുന്ന ഗ്ലോബൽ റിവർ സിറ്റി അലയൻസ്. പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് അറിഞ്ഞിരിക്കുക, ഇന്ത്യ ഗ്രീൻ ക്രെഡിറ്റ് ഹോസ്റ്റ് ചെയ്താണ്, ഇന്ത്യയാണ് ഒന്ന് മുന്നിട്ടിറങ്ങിയത് UAEന്റെ കൂടെ. പിന്നെ ലീഡ് 2.0 ഇന്ത്യ സ്വീറ്റ് ആയിട്ട് സ്വീഡനെ ലീഡ് ചെയ്തു എങ്ങോട്ട്, ലോ കാർബൺ ടെക്നോളജിയിലോട്ട്. അതാണ് അതിൽ അറിയേണ്ട കാര്യം. ഓക്കെ, അടുത്തത് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ ആണ്, NDC എന്ന് പറയും. UNFC സെക്രട്ടേറിയറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ട് NDC സിന്തസിസ് റിപ്പോർട്ട്. അതുകൊണ്ട് ന്യൂസ് വരാൻ കാരണം പാരീസ് അഗ്രിമെന്റിലേക്കുള്ള NDC ആണ്, നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ ആണ്. കീ ഫൈൻഡിംഗ് എന്ന് പറയുന്നത് വേൾഡ് എന്ത് ചെയ്യാണ്, ഈസ് ഓഫ് ട്രാക്ക് ആണ് ടു പാരീസ് അഗ്രിമെന്റ് ഗോൾസ്. ഓക്കെ, ലേറ്റസ്റ്റ് NDC എന്ത് ചെയ്യും, ഇൻക്രീസ് എമിഷൻ കൂടുന്നൊക്കെയാണ് പറയുന്നത്. 40% ഓഫ് ദി പാർട്ടീസ് ഔട്ട്ലൈൻ ദ റോൾ ഓഫ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഒക്കെ പറയുന്നുണ്ട്. NDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 മുന്നേ എന്ത് ചെയ്യാണ്, ക്ലൈമറ്റ് ആക്ഷന്റെ ഭാഗമായിട്ട് പാരീസ് അഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ്, ഓരോ പാർട്ടികളും ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു അത് വോളണ്ടറി ആയിട്ട് പറയാം. അതാണ് NDCയിൽ വരുന്നത്, നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷനിൽ വരുന്നത്. ഗ്ലാസ്ഗോ ക്ലൈമറ്റ് പാക്റ്റിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് കേട്ടോ പാക്ട് സൈൻ ചെയ്തത്. ഓക്കെ, COP26. പിന്നെ NDC എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ആക്ഷൻ ദേ വിൽ ടേക്ക് ദ റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, അതുപോലെ തന്നെ റെസിലിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെയാണ് ഇത് പറഞ്ഞത്. ഓക്കെ, സബ്മിറ്റഡ് ഫസ്റ്റ് എവറി 5 ഇയർ ആണ് ചെയ്യേണ്ടത്. ഇതിൽ ഇന്ത്യന്റെ നിങ്ങൾ അറിയേണ്ടത്, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു NDC പബ്ലിഷ് ചെയ്ത് 2015-ലാണ്. നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് 2022 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ 2 നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അത് ഭയങ്കര നേട്ടമാണ്. നമ്മൾ എൻവയോൺമെന്റ് ഒക്കെ പറയുമ്പോൾ നമുക്ക് ഇതിൽ നേട്ടാക്കി എടുത്ത് പറയാൻ പറ്റും. ഇന്ത്യയുടെ മുമ്പത്തെ NDCയിൽ 2 ഇന്ത്യ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഒന്നെന്താ, റെഡ്യൂസ്ഡ് എമിഷൻസ് ഇന്റൻസിറ്റി എന്താണ്, ഇറ്റ്സ് GDP by 33%. 2025, 2015 2019 ഇടയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, എമിഷൻ ഇന്റൻസിറ്റി 33% കുറക്കും അതിന്റെ GDP-യുടെ. ഇന്ത്യ അച്ചീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ 40% റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു ഇന്ത്യ. പിന്നെ 40% ഓഫ് ദി ഇലക്ട്രിക് എന്ത് ചെയ്യും, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി നമ്മൾ എന്ത് ചെയ്യും, നോൺ ഫോസിൽ ഫ്യൂവലായിട്ട് കൊണ്ടുവരും. അതും ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 2030 ടാർഗറ്റ് 2023 നമ്മൾ ചെയ്തു. 9 വർഷം 2021 ചെയ്തു, 9 വർഷം മുന്നേ ചെയ്തു. പിന്നെ ഇന്ത്യയുടെ ഒരു പഞ്ചാമൃത് ഉണ്ട്. പഞ്ചം എന്ന് പറയുന്ന 5 കാര്യങ്ങളാണ് ഇന്ത്യ കമ്മിറ്റ്മെന്റ് ആണ്, 5 ആക്ഷൻസ് COP26 ഗ്ലാസ്ഗോയിലോട്ടാണ്. റീച്ച് 500 ജിഗാവാട്ട് നോൺ ഫോസിൽ ഫ്യൂ എനർജി നമ്മൾ 2030 എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മീറ്റ് 50% ഓഫ് എനർജി റിക്വയർമെന്റ് എന്ത് ചെയ്യുന്നത്, റിന്യൂവബിൾ എനർജി എന്നായിരിക്കും നമ്മൾ 2030 മീറ്റ് ചെയ്യുക. പിന്നെ റിഡക്ഷൻ ഓഫ് ദി ടോട്ടൽ പ്രൊജക്ട് കാർബൺ എമിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, 1 ബില്യൺ ടൺസ് ആക്കി കുറക്കും. റിഡക്ഷൻ ഓഫ് ദി കാർബൺ ഇന്റൻസിറ്റി ഓഫ് ദി എക്കോണമി എന്ത് ചെയ്യുന്നുണ്ട്, 45% കുറയ്ക്കും 2030 2025 ലെവലിൽ നിന്നും.
അച്ചീവിംഗ് ദ ടാർഗറ്റ് നെറ്റ് സീറോ എമിഷൻ 2070 നമ്മൾ വരുത്തും. ഈ വർഷമാണ് നിൽക്കുന്നത്. ബാക്കി 2030 നെറ്റ് സീറോ എമിഷൻ 2070 നെറ്റ് സീറോ എത്തണമെങ്കിൽ കുറച്ച് കൂടുതൽ വേണമെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ 70 എത്തണം. ഇത് ഇന്ത്യന്റെ പഞ്ചാമൃതാണ്. ഈ പഞ്ചാമൃതം ഒന്നും അറിയുകയാണെങ്കിൽ പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. പഞ്ചാമൃതം കഴിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? 500 റുപ്യായിട്ട് പോവാണ്. അത് 500 ജിഗാവാട്ട് ആലോചിച്ചാൽ മതി. 500 ജിഗാവാട്ട് നോൺ ഫോസിൽ ഫ്യൂവൽ കരണ്ട. അപ്പൊ നമ്മൾ ആരെ മീറ്റ് ചെയ്ത്? ഒരു 50% ആൾക്കാരെ മീറ്റ് ചെയ്ത്. ഓക്കെ, റിന്യൂവബിൾ എനർജി ഉപയോഗിക്കുന്ന 50% ആൾക്കാരെ മീറ്റ് ഇവിടെ ഒരു പാടത്തോടെ പോകുമ്പോൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു? കാർബൺ എമിഷൻ നമ്മളൊരു 1 ബില്യൺ തരാന്ന് പറഞ്ഞു. 1 ബില്യൺ ടൺ എന്താണ് 1 ബില്യൺ ടണ്ണ്? ഈ ടേം മാത്രം ആലോചിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു കേട്ടോ. 1 ബില്യൺ ടണ്ണ് നമ്മൾ എന്ത് ചെയ്തു? 1 ബില്യൺ തരാന്ന് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ടോട്ടൽ പ്രൊജക്ട് കാർബൺ എമിഷൻ ആണ്. ഓക്കെ, അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പോൾ റിഡക്ഷൻ ഓഫ് ദി കാർബൺ ഡെൻസിറ്റി ഓഫ് എക്കോണമി ബൈ 45%. അതിൽ 45% നമ്മൾ കൊടുത്തു. അത് ആലോചിക്കാം. പിന്നെ 2070 കുറെ അപ്പുറത്തോട്ടാണ് നെറ്റ് സീറോയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇത് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് ഓർക്കുക. ഇന്ത്യന്റെ പഞ്ചാമൃതയിൽ വരുന്ന ഏതാണ്, വരാത്ത ഏതാണെന്നൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യേണ്ടി വരും. ഇന്ത്യന്റെ കോൺട്രിബ്യൂഷനെ കൂടി നമുക്കൊന്ന് പറയാം. ഇന്ത്യൻ 2015 മുന്നോട്ട് വെച്ചതും പിന്നെ നമ്മൾ 2022 അപ്ഡേറ്റ് ചെയ്തതും. റിഡക്ഷൻ ഓഫ് ദി എമിഷൻ ഇന്റൻസിറ്റി GDP. GDPന്റെ എമിഷൻ ഇന്റൻസിറ്റി ഓഫ് GDP എന്ത് ചെയ്യാണ്? 33% കുറയ്ക്കുന്നതാണ് നമ്മൾ പറഞ്ഞത് 2015. അതായത് 2019 ലെവൽ. 2022 എന്ത് ചെയ്തു? അത് 35, 33 45% ആക്കി. അതിൽ 33% നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് പറഞ്ഞ ടാർഗറ്റ്. പിന്നെ ക്യുമുലേറ്റീവ് ഇലക്ട്രിക് പവർ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി നോൺ ഫ്യൂസൽ ഫ്യൂവൽ ബേസ്ഡ് ആയിട്ട് കൂട്ടുന്ന് പറയുന്നുണ്ട്. ഗ്രീൻ ക്ലൈമറ്റ് ഫണ്ടിന്റെ ഭാഗമായിട്ട് അത് ചെയ്യുന്നത് കേട്ടോ. 40% ആയിരുന്നെങ്കിൽ ഇപ്പൊ 50% ആക്കി കൂട്ടി. അതിൽ 43% നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. 40 പറഞ്ഞ് അച്ചീവ് ചെയ്തപ്പോൾ നമ്മൾ 50 ആക്കി. ഒരു അഡീഷണൽ കാർബൺ സിങ്ക് ഉണ്ടാക്കും, ഫോറസ്റ്റ് ഉണ്ടാക്കും എന്നർത്ഥം. 2.5 to 3 ബില്യൺ നമ്മൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അത് തന്നെയാണ്. ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ടാർഗറ്റുകൾ ഉണ്ട്. ഹെൽത്തി ആൻഡ് സസ്റ്റൈനബിൾ വേ ഓഫ് ലിവിങ് നമ്മൾ പ്രൊമോട്ട് ചെയ്യും. അവിടെ ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആൻഡ് ക്ലീനർ പാത്ത്. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ടാർഗറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ ശരിയായിരിക്കും കേട്ടോ. പൊതുവെ കാണാപ്പടം പഠിക്കുവാണെന്ന് വരില്ലോ. ക്വാളിറ്റീവായിട്ട് നമ്മൾ അത് നല്ല ബെറ്റർ ലൈഫ്, ബെറ്റർ ഹെൽത്ത്, ഇത് ക്ലൈമറ്റ് ഫ്രണ്ട്ലി, അതൊക്കെ എന്തായാലും ഉണ്ടാകാൻ സാധ്യത കൂടുതലായിരിക്കുമല്ലോ. ബെറ്റർ അഡാപ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ആൻഡ് ന്യൂ അഡീഷണൽ ഫണ്ട് നമ്മൾ മൊബിലൈസ് ചെയ്യും. അതുപോലെ തന്നെ ബിൽഡ് കപ്പാസിറ്റീസ് ആൻഡ് ക്രിയേറ്റ് ഡൊമസ്റ്റിക് ഫ്രെയിംവർക്ക് ഇന്റർനാഷണൽ അഗ്രികൾച്ചറൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ നമ്മൾ അതിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്യുന്നു പറയാണ്. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളത് ടാർഗറ്റ് പ്രത്യേകം നോക്കി വെക്കണം. 3 ടാർഗറ്റ് നമ്മൾ മുന്നോട്ട് വെച്ച്, അത് 2 നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഈ 2 നമ്മൾ 2 അച്ചീവ് ചെയ്ത് പറഞ്ഞത് ടാർഗറ്റ് 2030 പക്ഷെ നമ്മൾ ഇപ്പോഴേ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഇത് പറയുന്നത് എന്താണ്? എമിഷൻ ഇന്റൻസിറ്റി ഓഫ് GDP 33% ആക്കി കുറയ്ക്കുന്നതായിരുന്നു ടാർഗറ്റ് 2030. അത് നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തു 2019 തന്നെ. ഇപ്പൊ 45% ആക്കി. പിന്നെ ഇലക്ട്രിക് പവർ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഫോസിൽ ഫ്യൂൽ അല്ലാത്ത എന്നുള്ള ഇലക്ട്രിക് കപ്പാസിറ്റി ആണല്ലോ, സോളാറും അങ്ങനത്തെ കാര്യങ്ങൾ പലതുണ്ട്. അത് 40% നമ്മൾ പറഞ്ഞത്. അത് നമ്മൾ 50% ആക്കി മാറ്റി. കാരണം 43% എപ്പോഴാ എത്തി. 40 അച്ചീവ് ചെയ്തു, 43 എത്തിപ്പോ. പിന്നെ അഡീഷണൽ കാർബൺ സിങ്ക് 2.5 to 3 ബില്യൺ. അതാണ് ഇനി അച്ചീവ് ചെയ്യാനുള്ളത് കേട്ടോ. സിങ്ക് ആണ് അച്ചീവ് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ ഫോറസ്റ്റ്, കാർബൺ സിങ്ക് ആണ് ഫോറസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അഥവാ 2.5 to 3 ബില്യന് ഇക്വലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അത് ഇപ്പോൾ അത് തന്നെ ടാർഗറ്റ് അതിലേക്ക് എത്തിയിട്ടില്ല. അതല്ലാത്ത 2 അച്ചീവ് ചെയ്തു എന്ന് മനസ്സിലാക്കി വെക്കുക ഇന്ത്യ കേട്ടോ. അതാണ് അതിൽ അറിയേണ്ട കാര്യങ്ങൾ. നമുക്ക് അത്രയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ബാക്കി ഇനി ചിൽഡ്രൻസ് റൈറ്റ്സ് ആൻഡ് എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുതൽ നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഏകദേശം ഒരു കുറച്ച് പേജ് 10-16 പേജ് പറഞ്ഞു. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ പറഞ്ഞതിൽ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ കമന്റ് ആയിട്ട് ഇടുക. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് എന്നെ അറിയിക്കാം കേട്ടോ. നമുക്കത് കഴിഞ്ഞിട്ട് ക്ലൈമറ്റ് മിറ്റിഗേഷൻ അഡാപ്റ്റേഷൻ ഒക്കെ ഉണ്ടേ, ന്യൂസും കൂടി ഇവിടെ ഉണ്ട്. നമുക്കത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഇന്ത്യന്റെ NDC ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ്, നാഷണൽ ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ പഠിച്ചു വെക്കണേ. ഓക്കെ, അത്ര നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ മെന്ററിങ്ങോ മറ്റുള്ള ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റുള്ളവരിലോട്ട് ക്ലാസ്സും നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ എത്തിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട സപ്പോർട്ട്. നിങ്ങൾക്കുള്ള ഫീസ് അതാണ്. ഈ ക്ലാസ്സിനൊക്കെയുള്ള ഫീസ് എന്ന് പറയുന്നത് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.
മറ്റുള്ളവരിലോട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് എത്തിക്കുക. പ്രോഗ്രാമും ഒരു 10 ആളുകളിലേക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് അയച്ചു കൊടുക്കുക. ഏത് നമ്മുടെ ഈ അടുത്ത ക്ലാസ്. ഓക്കെ, ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും